നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ സംസാരിക്കാൻ പറഞ്ഞാൽ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കാം. എന്നാൽ പ്രവാസിയായി മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തെ പാസ്പോർട്ടിൽ താമസിക്കുമ്പോൾ ആ രാജ്യത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്? ഐറിഷ് രാഷ്ട്രീയത്തെക്കുറിച്ച് തങ്ങളുടെ ചിന്തകൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു ശ്രീ ബേബി പേരപ്പാടൻ, ശ്രീ സെൻ ബേബി, ശ്രീ രൂപേഷ് പണിക്കർ. നമസ്കാരം. നമസ്കാരം. അയർലൻഡിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? അയർലൻഡിൽ നിലവിലുള്ള മണ്ഡലങ്ങൾ 43. വാർഡ് വിഭജനത്തെ തുടർന്ന് അത് 40 കുറഞ്ഞിട്ടുണ്ട്. അതെ, ശരി. അതോടൊപ്പം തന്നെ എത്ര ടി ഡിമാർ എത്ര പേര് വരും? ടി ഡിമാർ നിലവിലുള്ള പാർലമെൻറ്റിൽ 166 ടി ഡിമാരും ഒരാളെ നോമിനേറ്റ് ചെയ്തതുകൊണ്ട് 167 ടോട്ടൽ. ഇപ്പോൾ അടുത്ത പാർലമെൻറ്റ് വരുമ്പം അത് 158 പ്ലസ് ഒരാളെ നോമിനേറ്റ് ചെയ്യും. അങ്ങനെ 159. ഓക്കെ. താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടീനെ, ഇവിടുത്തെ അയർലൻഡ് രാഷ്ട്രീയ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ ഫിനഗേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അതിനെ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം? 2005 എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ടി ഡിയെ പോയി ബന്ധപ്പെടുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസും എൻ്റെ കാര്യം അതൊരു പേഴ്സണൽ കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും നമുക്കൊരു ലിങ്ക് ഉണ്ട്, നല്ലതായിരിക്കും. 2008 ഫിനഗേലുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റി. ഫ്രം 2008 ഐ എം വർക്കിംഗ് ഫോർ ഫിനഗേൽ. I mean, whenever I get chance, ഫ്രാൻസിസ് ഫിറ്റ്സ്ജെറാൾഡിനും അവരുടെ ലോക്കൽ കൗൺസിലറിനും വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? പ്രധാന പാർട്ടികളും പിന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെയുള്ള പാർട്ടികൾ എത്ര പാർട്ടികളാണ്? ഇപ്പം മേജറായിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് പറയുകയാണെങ്കിൽ ഫിനഗേൽ, ഫിനഫോൾ, ലേബർ, ഷിൻഫെയിൻ, പിന്നെ ഇപ്പം പുതിയതായിട്ട് വന്നേക്കുന്ന ആൻറ്റി ഓസ്ട്രേലിറ്റി അലയൻസ്, അവർ രണ്ട് പീപ്പിൾ ബിഫോർ പ്രോഫിറ്റും ആൻറ്റി ഓസ്ട്രേലിറ്റി അലയൻസ് അവർ രണ്ടും കൂടി ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക്സ് ഉണ്ട്. അതുകൂടാതെ കുറേ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ചെറിയ പാർട്ടീസ്. അതിലൊരു ചെറിയ വേറെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഗ്രീൻ പാർട്ടി ഉണ്ട്, അവർ കൂടുതൽ കാൻഡിഡേറ്റ്സ് ഇല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പാർട്ടീസ്. ശ്രീ ബേബി പേരപ്പടൻ, താങ്കൾ 2009 വളരെ ഒരു മുന്നേറ്റം ചെയ്ത ഒരാളാണ്. അതായത് ഇവിടെ താലയിൽ മത്സരിക്കും, ആദ്യമായിട്ടൊരു മലയാളി മത്സരിക്കുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് വളരെ ഒരു മുന്നേറ്റം, മലയാളികളുടെ ഇടയിൽ വളരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. പക്ഷെ തോറ്റു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വളരെ കുറഞ്ഞ വോട്ടിനാണ് അത് മാറിപ്പോയത്. വളരെ പോസിറ്റീവായിട്ടൊരു മെസ്സേജ് ആയിരുന്നു. ശരിക്കും നാട്ടിലെ പോലത്തെ ആ ഒരു നല്ലൊരു തരംഗം തന്നെ ഉണ്ടാക്കിയ ഇതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് ഇങ്ങനെ കടന്നു വരാനും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ശരിയായിട്ട് അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ റിജി മലയാളം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എന്നെ ഇതിൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ആളിങ്ങനെ ചുമ്മാ അങ്ങനെ വന്ന് പറഞ്ഞെങ്കിലും ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ആൾ പറയുമ്പോഴും ഞാൻ താല്പര്യം മുൻപ് കാണിച്ചിരുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒത്തിരി ഐറിഷ് പീപ്പിളായിട്ട് ബന്ധങ്ങളുണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഒന്ന് മുന്നോട്ട് പോയാൽ തെറ്റ് വരില്ല എന്നാണ് പുള്ളിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിനകത്ത് ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് വന്നത്. മുന്നോട്ട് വന്ന് കഴിയാൻ സ്വല്പം വൈകിപ്പോയി. 3 മാസം മാത്രമാണ് നമുക്കിതിന് സമയം കിട്ടിയത്. പക്ഷെ ആ 3 മാസം കൊണ്ട് നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്തായിരുന്നു. ഒത്തിരി മലയാളി സുഹൃത്തുക്കൾ ഓർക്കിൽ നിന്നും ലിമറിക്കിൽ നിന്നും ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വന്ന് സഹായിച്ചായിരുന്നു. ഞങ്ങൾ നാട്ടിലെ പോലെ തന്നെ വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു പ്രചാരണമാണ് നടത്തിയത്. നല്ലപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. റിസൾട്ടും കിട്ടിയായിരുന്നു. നമ്പർ 1 വോട്ട് തന്നെ 799 നമ്പർ 1 വോട്ട് കിട്ടി. അതായത് എനിക്ക് 7ാം സ്ഥാനം കിട്ടി. 12 ആളും മത്സരിച്ചാൽ 7ാം സ്ഥാനത്ത് വന്നു. അത് വളരെ പോസിറ്റീവ് ആയിരുന്നു. അല്ല, ഏറ്റവും വിഷമമുണ്ടായത് വളരെ കുറച്ച് വോട്ടുകൾക്ക്. അത് ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതായത് അയർലൻഡിൽ വരികയും ഇവിടെ ഐറിഷ് പാസ്പോർട്ട് എടുക്കുകയും അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം മലയാളികൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ പാസ്പോർട്ട് വേണമെന്നില്ല. ഇവിടെ താമസിക്കുന്ന ആർക്കും വോട്ട് ചെയ്യാവുന്ന, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് അന്ന് ഒന്നും അറിയില്ല എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അപ്രോച്ച് ചെയ്യേണ്ടത്, സിസ്റ്റം എങ്ങനെയാണെന്ന് യാതൊരു വിധത്തിലുള്ള. വോട്ട് എണ്ണാൻ പോകുമ്പോൾ തന്നെ അത് എന്താണ് അവസ്ഥ, കോട്ട എന്താണ്, ഇത്ര കാൻഡിഡേറ്റ് ജയിക്കണമെങ്കിൽ, അതായത് 5 സീറ്റാണ്
നമ്മളിപ്പോൾ പാർലമെൻറ്റിലേക്ക് ആയാലും നമ്മളുടെ ഡബ്ലിൻ സൗത്ത് വെസ്റ്റിൽ 5 സീറ്റുണ്ട്. 5 സീറ്റിൽ ജയിച്ച് കയറും. 5 സീറ്റിൽ ജയിച്ച് കയറുമ്പോൾ 5 സീറ്റിലേക്കും കൂടി മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ഡിവൈഡഡ് ബൈ 6 ആണ്. നേരെ മറിച്ച് 4 ആൾ ആണ് ജയിച്ച് കയറുന്നതെങ്കിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ഡിവൈഡഡ് ബൈ 5. അങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. പിന്നെ അന്ന് മത്സരിച്ച സമയത്ത് കേട്ടായിരുന്നു നാട്ടിൽ പോലെ മൈക്കൊക്കെ വെച്ച് കെട്ടി അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തി എന്നൊക്കെ. അങ്ങനെ ഒരു മൈക്ക് വെച്ച് കെട്ടി അനൗൺസ്മെന്റ് നടത്തി, ഹങ്കർ സ്ട്രൈക്ക് നടത്തിയായിരുന്നു. തീർച്ചയായിട്ടും. അതുകൂടാതെ ഫൈനൽ ഡേയിൽ ഞങ്ങൾ ചെണ്ടമേളം റോട്ടിലൂടെ നടത്തിയിരുന്നു. ഒത്തിരി ആകർഷകമായിട്ടുള്ള ഇപ്പോൾ റെജി മലയാളം എല്ലാ സംഭവങ്ങളൊക്കെ തുടങ്ങി അതിന് ഒപ്പം തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ തീർച്ചയായിട്ടും ആള് ഓസ്ട്രേലിയക്ക് പോയി. അപ്പോൾ ഈ സമയം അദ്ദേഹത്തിനോടൊരു പ്രത്യേകം ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. പിന്നെ സെൻ ബേബി, താങ്കൾ ഈ വോട്ടിംഗ് സിസ്റ്റം ഫിനഗേലിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്നു. അപ്പോൾ അയർലൻഡിൽ പൊതുവായിട്ടൊരു രീതി എങ്ങനെയാണ്, വോട്ടിംഗ് രീതി എങ്ങനെയാണ്? അയർലൻഡിൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പം പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴി നമുക്ക് മാക്സിമം കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ, കുറച്ച് ജനമേ ഉള്ളൂ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഓരോ വോട്ടും. അതാണ് ഈ പ്രൊപ്പോർഷണൽ വോട്ടിംഗ് വഴി നമുക്ക് മാക്സിമം ഇലക്ഷൻ്റെ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആ ഒരു ഫോർമുലയിലാണ് ഇതിപ്പോൾ ബേബിച്ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ലെറ്റ്സ് നമ്മുടെ ഡബ്ലിൻ വെസ്റ്റിൽ 4 കാൻഡിഡേറ്റ്സിനെയാണ് ഒരൊറ്റ ബാലറ്റ് പേപ്പർ വഴി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് ഒന്നുമില്ല, ബാലറ്റ് പേപ്പർ തന്നെയാണ്. നമ്മുടെ കയ്യിലൊരു സാമ്പിൾ ബാലറ്റ് പേപ്പർ ഉണ്ട്. അപ്പം ഈ ബാലറ്റ് പേപ്പറിനകത്ത് അപ്പം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ്, അപ്പം 4 പേരെയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഡബ്ലിൻ വെസ്റ്റിൽ നിന്ന്. അപ്പോൾ ആ 4 പേർക്ക് വേണ്ടിയിട്ട് ഒരു ബാലറ്റ് പേപ്പറിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് ആരെയാണോ നമ്മൾ എലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ആൾക്ക് നമ്മൾ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. നമ്പർ 2 ആർ സെക്കൻഡ് പ്രിഫറൻസ് ഓഫ് ദറ്റ് വോട്ടർ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലെറ്റ്സ് 100,000 വോട്ടേഴ്സ് ഉണ്ട് ഡബ്ലിൻ വെസ്റ്റിലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മണ്ഡലത്തിലുണ്ടെങ്കിൽ അതിലൊരു 50,000 ആൾക്കാർ, ഒരു 60,000 ആൾക്കാർ വോട്ട് ചെയ്തു. ദാറ്റ് മീൻസ് അതിൽ 60,000-ൽ 10,000 അസാധുവാണ്. 50,000 വോട്ട് ഉണ്ടെങ്കിൽ 50,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് candidates for that mandal, that is 4. അപ്പോൾ 50,000 divided by 4 plus 1 is 5. that means 10,000 plus 1 വോട്ടാണ് ഒരാൾക്ക് ജയിക്കാൻ വേണ്ടിയത്. ഇപ്പം 1,00,000 ആൾക്കാരുള്ളിടത്ത് നിന്ന് 50,000 പേര് ജെനുവിനായിട്ടുള്ള വാലിഡായിട്ടുള്ള വോട്ടിൽ ഡിവൈഡഡ് ബൈ 4 plus 1 plus 1, that is 10,000 വോട്ടാണ് ഒരു കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോട്ട 10,000 തികയുന്ന ആദ്യത്തെ കാൻഡിഡേറ്റ് വിൻ ചെയ്യും. 10,000 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആൾ ജയിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വോട്ട് അയാൾക്കല്ല പോകുന്നത്, അത് അപ്പം പിന്നെയാണ് ആ പ്രൊപ്പോർഷൻ വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന ആൾ, അപ്പം എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം, സെക്കൻഡ്, തേർഡ്, സോ ഓൺ, ഐ ക്യാൻ ഗോ ഓൺ. അപ്പോൾ ഏത് ഇലക്ടറലിനും അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരാൾക്ക് 9,000 വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹൗ മെനി പീപ്പിൾ ഗീവ് ഹിം ആസ് ദ സെക്കൻഡ് പ്രിഫറൻസ്. സോ ആ വോട്ട് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആവുകയാണ്. അതൊരു വല്ലാത്തൊരു വളരെ കോംപ്ലിക്കേഷൻ ഉണ്ട്. ബട്ട് അതുകൊണ്ട് ആ വോട്ട് വേസ്റ്റ് ആയി പോകുന്നില്ല. അപ്പം ഐ ഹാവ് എൻ കാൻഡിഡേറ്റ്, ഹീസ് ഫസ്റ്റ് പ്രിഫറൻസ്. ഒന്നുകിൽ ആ ആൾ ജയിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എലിമിനേറ്റഡ് ആയി. ഈസ് ടു ലോ, നമ്മൾ എടുത്ത ആൾക്ക് ചാൻസേ ഇല്ല. പക്ഷെ ആ വോട്ടുകൾ പോലും ആ സെക്കൻഡ് പ്രിഫറൻസിലും തേർഡ് പ്രിഫറൻസിലും വന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വിൻ ചെയ്യിപ്പിക്കുകയാണ്. ഈവൻ നമുക്ക് ആ കെട്ടിവെച്ച പൈസ കിട്ടാൻ പോലും ഉള്ള സാഹചര്യത്തിൽ പോലും ഈ ഇവരുടെ ഇലക്ഷൻ കൗണ്ടിങ്ങിൽ അത് ചെയ്യാറുണ്ട്. ആ മിനിമം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബാലൻസ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാൻ റിട്ടേണിംഗ് ഓഫീസറിന് അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതാണ് പ്രൊപ്പോർഷണൽ വോട്ടിംഗ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശ്രീ രൂപേഷ്, താങ്കൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയ പാർട്ടിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് പാർട്ടിയാണത്? ഞാനിപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൻറ്റി ഓസ്ട്രേലിയ അലയൻസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ലെഫ്റ്റിസ്റ്റ് ഷിൻഫെയിൻ, ഇപ്പം ഈ ഭരണത്തിൽ ഇരിക്കുന്ന ലേബർ ഫിനഗേൽ, പിന്നെ ഇതിന് മുമ്പേ ഇരുന്ന ഫിനഫോൾ, ഇവരെ വിട്ടിട്ട് ബാക്കി
എല്ലാ പാർട്ടീസിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പിക്ക് ചെയ്യുകയാണെങ്കിൽ ആന്റി ഓസ്റ്ററിറ്റി അലയൻസിനാണ്. എന്തുകൊണ്ടാണ് അത്? ഇപ്പം നമ്മുടെ സെന്നും ബേബിചേട്ടനും പറഞ്ഞ പോലെ എല്ലാവരുടെയും ഓരോ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിൽ വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഇഷ്യൂ വെച്ചിട്ടാണ് ഞാൻ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഭയങ്കരമായിട്ട് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. എന്ത് ഇഷ്യൂ ആണ് ഇത്? എഡ്യൂക്കേഷൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഈ സ്കൂൾസിൽ അഡ്മിഷൻ വരുമ്പം അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിപ്പിക്കൽ രീതിയിൽ വരുമ്പോഴും ഒരു റിലീജിയസ് ഒരാൾ ബേസിക്കലി ഡോമിനേറ്റ് 97% ഓഫ് ദ സ്കൂൾസ് ഡോമിനേറ്റ് റൺ ചെയ്യുന്ന കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർ ഓൺ ചെയ്യുന്നതല്ല, അവർ റൺ ചെയ്യുന്നതാണ്. പക്ഷേ ഈ സ്കൂളുകളെല്ലാം നാഷണൽ സ്കൂൾസാണ്. അപ്പം നിങ്ങൾ ടാക്സ് പേയറാണ്, ഞാനും ടാക്സ് പേയറാണ്. പക്ഷെ നിങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു സ്കൂളിൽ ഓവർ സബ്സ്ക്രൈബ് ആകുമ്പോഴത്തേക്ക് അവരോടൊപ്പം തന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തലിക് ആണോ, അപ്പം നിങ്ങൾക്ക് ആദ്യം കിട്ടും. നിങ്ങൾ കാത്തലിക് അല്ല, അപ്പം നിങ്ങൾ വെയിറ്റ് ലിസ്റ്റഡ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഈ 3 ഫിനഗേൽ, ഫിനഫോൾ, ലേബർ 3 അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. 1 വർഷമല്ല 2-3 വർഷം അപ്രോച്ച് ചെയ്തു. പക്ഷേ അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നെഗറ്റീവ് റെസ്പോൺസാണ്. അപ്പോഴാണ് ഈ ലെഫ്റ്റീസ് ഇൻക്ലൂഡിങ് ഷിൻഫേനും നമ്മുടെ സോഷ്യൽ ഡെമോക്രാറ്റിക്കും ആൻറ്റി ഓസ്ട്രേലിയൻ ഇവർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പാർലമെൻറ്റിൽ അവരിപ്പം ഒരു പുതിയ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അതിനെ വോട്ടിംഗ് വരെ അവർ പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് അതിന് അവർ മെജോറിറ്റി ഉണ്ട്, അപ്പോൾ അവരത് വോട്ട് ചെയ്ത് താഴ്ത്തിട്ടു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരാനുണ്ട് സാഹചര്യം. താങ്കൾ വീണ്ടും ഫിനഗേൽ വരുമെന്ന് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? വീണ്ടും ഫിനഗേൽ വരുമെന്നതിനേക്കാൾ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എക്കണോമിയുടെ ഒരു ഗ്രോത്ത് ട്രെൻഡ് ഓബ്വിയസ്ലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. റീസെൻറ്റ് ന്യൂസുകളിലും 7% ഗ്രോത്ത്. യൂറോപ്പിലെ ഏറ്റവും നല്ല ഗ്രോത്ത് എന്ന് പറയുന്നത് അയർലൻഡിലാണ്. ഇത് നമ്മളൊരു 2008-2011 ഫിനഗേൽ ഗവൺമെൻറ്റിൽ വരുമ്പം ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ട്രോയ്ക്ക് IMF കയറി ഇറങ്ങുന്ന സമയത്ത് നിന്ന് ഫസ്റ്റ് 3 ഇയേഴ്സ് കൊണ്ട് വളരെ പോസിറ്റീവായ ഒരു സ്റ്റേറ്റിലോട്ട് രാജ്യം എത്തുകയും ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഗ്രോത്ത് ട്രെൻഡ് 4 ക്വാർട്ടേഴ്സ് കാണിക്കുമ്പോഴാണ് ഗ്രോത്ത് ട്രെൻഡ് വരുന്നത്, ഗ്രോത്ത് കാണിക്കുന്നത്. ആ ഗ്രോത്തിനെ വേറെ ഒരു പുതിയ ഗ്രൂപ്പ് വന്ന് അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിനേക്കാളും ഫിനഗേൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 2, ഇവിടുത്തെ ജോബ് മാർക്കറ്റ്. ദർ ആർ few good ministers with this party at the moment. We can say especially Richard Bruton doing an excellent job. ചുമ്മാതെ ജോബ്സ് വരത്തില്ല ഇവിടെ. they have to keep the policies, corporate tax and IDA, Enterprise Ireland, the amount of jobs they are doing, that's why investment coming, like accounting, pharmaceutical, IT jobs are so many headquarters are coming in Dublin because of our corporate tax, our friendly atmosphere we are giving to multinationals. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫ്രം 15% to 8% at the moment. 8%, 8 point something percentage. So it's a very positive message. So if we keep this government, I think we can get rid of UCC charges. That's what Fine Gael is offering as well, universal social charge. And I will say they will do a good job. In an unstable government, even there are so many new parties, they can't do a great job because they don't have any good leaders, 4 or 5 people. Because we have a ministerial 15 departments. They can't bring 15 people together because they all joined, different new groups like, Then Finafol, we can't trust them because we saw 15 years, especially when our communities are here. They made a mess from 2008 to 2011. The 41% was average tax for a person, bring up to 48%. It is done by Finafol. And then the housing crisis. Because we are fixing everything now, it will take time. First 3 years, nothing happened. Now it is the recovery is coming. So we will say, stick with Fine Gael and it will good for the country. And again for minorities or the migrants, I will say it's a good party. And for women's representation, I think it's the most women's representation in this election is Fine Gael. And I'll say it's a good party to support. ഇവിടുത്തെ ക്യാൻവാസിങ് എങ്ങനെയാണ്? ക്യാൻവാസിങ് ഇപ്പോൾ
പറയുകയാണെങ്കിൽ ഒരു വർഷം മുമ്പ് ക്യാൻവാസിങ്ങിന് പോകുമ്പോൾ ലോ ക്ലാസ് ടീമുകൾ ബ്ലഡി ഫിനഗേൽ എന്നും പറഞ്ഞ് ഓടിച്ചു വിടും. പല വീടുകളിൽ പോകുമ്പം ബ്ലഡി ഫിനഗേൽ എന്നും പറഞ്ഞ് ഓടിച്ച് വിടുന്ന ഒരു അവസ്ഥയാണ് ഒരു വർഷം മുമ്പ്. ദേഷ്യം കൊണ്ടാണോ? അതായത് അല്ല, അത് ഈ വാട്ടർ ടാക്സ് ചാർജ് പ്രോപ്പർട്ടി ടാക്സ് വാട്ടർ ചാർജ് എന്നുള്ള രീതിയിൽ വന്നുകൊണ്ട് ഇപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം കാണുന്നുണ്ട്. ഇപ്പം മിഡിൽ ക്ലാസ് എബോവ് മിഡിൽ ക്ലാസ് ആളുകൾ അതിനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കാരണം അവരതേക്കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെ എക്കണോമി കുറച്ച് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ലോ ക്ലാസ് ആളുകൾക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട്. വാട്ടർ ചാർജ് ചെയ്തുകൊണ്ട് അവർക്ക് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്. എങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ആളുകൾ അക്സെപ്റ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് വാട്ടർ ചാർജിനെ കുറിച്ച്. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ പ്രവചനം അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ അടുത്ത ഏത് പാർട്ടി ആകുമെന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. എന്താണ് തോന്നുന്നത് അതിന്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒറ്റക്കക്ഷിയായിട്ട് ഫിനഗേൽ തന്നെ വരാൻ സാധ്യത. ശരി, ഫിനഗേൽ വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷേ അലയൻസിലൂടെ വരണം അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയത് ലേബർ പാർട്ടിയുടെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഫിനഗേൽ ഭരിച്ചത്. പക്ഷേ ഫിനഗേലിനെതിരെ ശക്തമായ എന്താണ് ഈ വാട്ടർ ചാർജ്, പ്രോപ്പർട്ടി ടാക്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ജനരോഷം ഉണ്ടോ? ശരിക്കും ജനറേഷൻ ഉണ്ടെന്ന് പറയുന്നത് നാച്ചുറലായ ഒരു കാര്യമാണ്. മനുഷ്യന് ഇവിടെ ഈ സിറ്റുവേഷൻ വന്നത് ഫിനഗേൽ ഗവൺമെൻറ് വന്നിട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ അല്ല. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബിക്കോസ് നമുക്കറിയാവുന്നൊരു ഹിസ്റ്ററി 15 ഇയേഴ്സ് എടുത്താൽ, അറ്റ്ലീസ്റ്റ് 2000 മുതൽ എടുത്താൽ 2011 വരെ ഫിനഫോളാണ് ഇവിടെ ഭരിച്ചിരുന്നത്. 2008 മുതൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന റിസഷനും അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സും ഫിക്സ് ചെയ്യാൻ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കായാലും സമയമെടുക്കും. ഫിനഗേൽ വന്ന് 3 ഇയേഴ്സ് കൊണ്ട് നമ്മുടെ ഡെഫിസിറ്റ് ഇത്രയും ബെറ്ററായിട്ട് മാനേജ് ചെയ്തത് കൊണ്ടാണ് 4th and 5th ഇയറിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് സംതിങ് ടാക്സ് പേയേഴ്സിന് സംതിങ് പറയുമ്പോഴത്തേക്ക് ഞാനത് ഇത് ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. ഇത് ഫിനഗേലിന്റെ നേട്ടമല്ല, ഇത് IMF-യുടെ മെടുക്കാണ്, മെടുക്കാണ്, പിന്നെ യൂറോപ്യൻ യൂണിയന്റെ മെടുക്കാണ്. ഇവരുടെ സ്വന്തമായിട്ട് മെടുക്കൊന്നുമില്ല. ഇവർ പറയുന്ന പ്രോഗ്രസ് ഭയങ്കര റിക്കവറിയാ. എവിടെ റിക്കവറി എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടെന്ന് പറഞ്ഞാൽ ഫിനഗേൽ വന്നപ്പോൾ അവർ ഓഫർ ചെയ്തത് 100,000 ജോബ്സ് ആണ്. നമുക്കിത് അറിയാം, ബിക്കോസ് ഐ ഡു എ റിക്രൂട്ട്മെന്റ് ബിസിനസ് ഓൾസോ. അതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, 100,000 ജോബ്സ് അവർ ഓഫർ ചെയ്തെങ്കിൽ 135,000 ജോബ്സ് അയർലൻഡിൽ ക്രിയേറ്റ് ചെയ്തു. പറഞ്ഞ് ശരിയാണ്, രൂപേഷ് പറഞ്ഞ് ശരിയാണ്. ഇത് ഗവൺമെന്റ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ബട്ട് ഗവൺമെന്റിന്റെ എഫേർട്സ് ഗവൺമെന്റ് ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, എന്താ ചെയ്യുന്നത് ഞാൻ പറയാം. അതെന്തുകൊണ്ടാണ് മൾട്ടിനാഷണൽ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ആദ്യത്തെ ചോദ്യത്തിലോട്ട് വരുവാണെങ്കിൽ, ഇപ്പം നമ്മള് ഇപ്പൊ എന്റെ കയ്യിൽ 2 ഇവിടുത്തെ ഒരു മേജർ സർവേ നടത്തിയ റെഡ് സീ പോൾ, പിന്നെ സർവേ ബൈ ഇപ്സോസ്, ഇവർ 2 പേരുടെയും സർവേസ് എന്റെ കയ്യിലുണ്ട്. അതേല് ഫിനഗേൽ 2 ഇതെല്ലാം കാണിക്കുന്നതിൽ ഒരിടത്ത് -1 കാണിക്കുന്നുണ്ട് പെർസെന്റേജിൽ, ഒരിടത്ത് -2 കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അതിനൊരു ഉത്തരവുണ്ട്. ഈ സർവേസിൽ 2 മേജർ സർവേ നടത്തിയ ഇവിടുത്തെ റെഡ് സീ പോളും ഇപ്സോസും ഇവിടുത്തെ ഒരു റെപ്യൂട്ടഡ് സർവേ ചെയ്യുന്ന കമ്പനീസാണ്. ഇത് ലേറ്റസ്റ്റ് ആണ്. ഇത് ഒരെണ്ണം 3 ദിവസം മുമ്പത്തെ, ഒരെണ്ണം ഇന്നലത്തെ സർവേസാണ്. ആ 2 സർവേസിലും കാണിക്കുന്ന ഫിനഗേൽ -1, -2% ആണ്. എന്ത് ചെയ്യുന്ന ഗ്രോത്തിന് വേണ്ടി ചെയ്തത്? ഗ്രോത്തിനല്ല, ഈ പബ്ലിക് ഒപ്പീനിയനിൽ പബ്ലിക് ഒപ്പീനിയനിൽ കിട്ടുന്ന സീറ്റുകളുടെയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ സർവേ അല്ല, അതിലും ഇപ്പം സർവേ ആണ് ഇപ്പൊ നെക്സ്റ്റ് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മള് ഈ സർവേസ് ആണ് നെക്സ്റ്റ്. ഇത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സർവേസ് ആണ്. പക്ഷെ ഇത് വെച്ചാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ why we are discussing? If European Union and IMF is doing, then why we are worrying about a government? If government is not doing, see, I'm not saying government is not doing. Yeah, then let me tell you what government did. IMF പറഞ്ഞാലും അത് നടപ്പിലാക്കേണ്ട ചുമതല നമ്മുടെയാണ്. ഇവര് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് അതാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നില്ല. എന്റെ ഒരു സംശയം, ഇപ്പൊ IMF പറയുകയാണ് അപ്പോൾ നിങ്ങൾ വാട്ടർ ചാർജും അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറൊരു ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാൻ പാടില്ലേ? ഈ വാട്ടർ ചാർജ് ഇല്ലാത്ത ഏതാ കൺട്രി ഉള്ളത്? ഒരു കൺട്രിയിലും വാട്ടർ ചാർജ് ഇല്ല. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ല. ഈ
അവർ ഇംപ്ലിമെന്റ് ചെയ്യുക. അവര് കൊണ്ടുവന്നല്ല, അവർ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇവരെ സ്വന്തം അതല്ല കഴിവ്. അതാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇവരുടെ സ്വന്തം കഴിവല്ല. IMF, യൂറോപ്യൻ യൂണിയൻ ഇവരുടെ പുറത്ത് പ്രഷറിന്റെ പുറത്ത് പ്രഷർ ഇട്ടിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ നോക്കുവാണെങ്കിൽ വേറെ കൺട്രീസും ഉണ്ട്. അവരുടെ അടുത്ത് പ്രഷർ ഇടുമ്പോഴത്തേക്ക് ഇപ്പം ഗ്രീസ് നോക്കിക്കോ. ഗ്രീസ് എന്താ ചെയ്തത്? അവർ ഡിഫോൾട്ട് പുറത്ത് ഡിഫോൾട്ട് അവർ നെഗോഷിയേറ്റ് IMFന്റെ റോളും യൂറോപ്യൻ യൂണിയന്റെ റോളും അതാണ്. ഗ്രീസും അയർലൻഡോട് കമ്പയർ ചെയ്യുമ്പോൾ ഫിനഗേലിന്റെ മെടുക്ക് അല്ല. ഗ്രീസും അയർലൻഡോട് കമ്പയർ ചെയ്യുമ്പോൾ അയർലൻഡ് ഈസ് ഡൂയിങ് 7% ഗ്രോത്ത് ആൻഡ് ഗ്രീസ് ഈസ് നോട്ട് റിക്കവറിംഗ്. ഇറ്റ് ഈസ് നോട്ട് എ ഗവൺമെന്റ് റോൾ. ദെൻ വാട്ട് ഈസ് ഇലക്ഷൻ? വൈ? ഇപ്പം ടോട്ടൽ ഡെപ്ത് റൈറ്റ് ഓഫ് ചെയ്തേക്കുന്ന യൂറോപ്പിൽ അതിന്റെ അയർലൻഡിന്റെ കോൺട്രിബ്യൂഷൻ ആണ് 40%. ഈ 40% എവിടെ നിന്ന് വന്നേക്കുന്നത്? പാവപ്പെട്ട ആൾക്കാർ വർക്കിംഗ് ക്ലാസ് കമ്മ്യൂണിറ്റിയെ സ്ക്വീസ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അല്ല, ഫിനഗേൽ ഇത്ര മോശമാണെന്നുണ്ടെങ്കിൽ സർവേയിലായാലും ഫിനഗേലിൽ നല്ല മെജോറിറ്റി ഉണ്ടല്ലോ. ഏറ്റവും മെജോറിറ്റി സർവേയിൽ നമ്പർ 1 ഫിനഗേലാണ്. സർവേസിലും 2 സർവേ എന്റെ കയ്യിലുണ്ട്. രണ്ടിലും -1, ഒരിടത്ത് -1, ഒരിടത്ത് -2 ആണ്. പിന്നെ ഇവരുടെ കോalition പാർട്ട്ണർ ലേബർ ഇപ്പം ഇരിക്കുന്ന സീറ്റ് നമ്പർ ഓഫ് -1 in percentage. But you will tell the 30% first. 30% അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലേറ്റസ്റ്റ് സർവേ നോക്കാം. ഫിനഗേൽ കിടക്കുന്ന UK ഇലക്ഷൻ നടന്നപ്പോ സർവേ എന്തായി? അപ്പൊ നിങ്ങൾ ഈ I don't believe in surveys now. പിന്നീട് നമ്മൾ സർവേ അല്ല, because we are ഗവൺമെന്റിനെ ബിലീവ് ചെയ്യുന്നില്ലെങ്കിൽ സർവേ. ഇപ്പൊ നിങ്ങൾ ക്യാൻവാസിംഗ് ചെയ്യുന്നു നിങ്ങൾ പറയുന്നത് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. ഈ പ്രാവശ്യം ഫിനഗേൽ മോളി പൊങ്ങി വരും, അല്ലെ ഷിൻഫെൻ പൊങ്ങി വരും, അല്ലെ വേറൊരു പാർട്ടി വരും. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഡോർ ടു ഡോർ പോയി സംസാരിച്ചിട്ടാണ് കിട്ടുന്നത്. അതുപോലെ ഈ ഗവൺമെന്റ് പെർഫോമൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗവൺമെന്റിന്റെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ എന്തിനാണ് അവരുടെ സർവേസിൽ റേറ്റിംഗ് താഴോട്ട് പോകുന്നത്? 25% അൺഡിസൈഡഡ് വോട്ടേഴ്സ് ആണ്. ഇവിടെ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഇമ്പാക്ട്. ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ട്, ഇറ്റ് ക്യാൻ ഇമ്പാക്ട്. ഇത് എന്തുകൊണ്ടാണ് മൈനസ് ആണ് ഫിനഗേലിന് മൈനസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ ഫിനഗേൽ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ഇസ് പാർട്ടി ഫോർ റിച്ച്, അങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? ഇപ്പം നമ്മുടെ രണ്ടുപേരും എൻ്റെ 2 സുഹൃത്തുക്കളും പറഞ്ഞ പോലെ തന്നെ കുറേ ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ വരുന്നുണ്ട്. അത് എന്തുകൊണ്ട് അയർലൻഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അയർലൻഡ് ഒരു വലിയൊരു ടാക്സ് ഹെവനാണ്, ഒരു വലിയ ലൂപ്പ് ഹോളാണ്. ഏറ്റവും വലിയ കോഫി കമ്പനി സ്റ്റാർബക്സ് ടാക്സ് പേ ചെയ്യുന്നൊരു മിയർ ടാക്സ് ഇവിടെ ചെയ്യുന്നത് ഒന്നുമില്ല അവർക്കത്. അവരുടെ ടാക്സ് അക്കൗണ്ടിങ് ഇവിടാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ഒരു വലിയൊരു ലൂപ്പ് ഹോളാണ് ഇത് അയർലൻഡിൽ. ടാക്സ് ഹെവനായിട്ട് അറിയപ്പെടുന്നത്. അപ്പം ഈ നമ്മളൊരു സാധാരണ ഒരു വർക്കിംഗ് ക്ലാസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു പെർസെൻറ്റേജ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഈ റിച്ച് എന്ന് പറയുന്നത് 1% റിച്ചാണ്, ഹൈലി റിച്ച് ഇൻ അയർലൻഡ്. പക്ഷേങ്കിൽ ഒരു ലോ മിഡിൽ ഏർണർ, അതിൻ്റെ താഴത്തുള്ള ഏർണറിൻ്റെ അടുത്ത് നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ എല്ലാവരും ഫിനഗേൽ ലേബർ ഇവിടുത്തെ ഒരു വർക്കിംഗ് ക്ലാസ് കമ്മ്യൂണിറ്റി പാർട്ടിയായിരുന്നു. പക്ഷെ അവരിപ്പം ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അവരുടെ 4-1 സീറ്റ് അവർ കിട്ടാൻ പറ്റുവാണെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. അവരുടെ ലീഡർ ഇപ്പം ആ സീറ്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുക. അത് പുള്ളിക്കാരത്തി സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ഇന്നലത്തെ ലീഡർഷിപ്പ് നടന്നപ്പോൾ പുള്ളിക്കാരത്തിക്ക് സ്വന്തം വിശ്വാസമില്ല അത് തിരിച്ചു വരുമെന്ന്. പുള്ളിക്കാരത്തി അത്രയും വീക്കാണ് ഇപ്പം. അപ്പം നമ്മൾ ഈ ഒരു രാജ്യം നോക്കുമ്പോഴത്തേക്ക് ഉള്ളി ആ 1% റിച്ച് വെച്ചിട്ടല്ല രാജ്യം ഓടുന്നത്, മനസ്സിലായോ? ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് വോട്ടിംഗ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ബാക്കി ജനങ്ങളെ നോക്കണം. അതാണ് ഈ കിടക്കുന്ന 99%. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഫിനഗേൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ടി ഫോർ റിച്ച്. ലേബർ വാസ് പാർട്ടി ഫോർ വർക്കിംഗ് ക്ലാസ്. പക്ഷെങ്കിൽ അവർ ഭരണത്തിൽ കയറിയതിനു ശേഷം അവരുടെ ഒറ്റ പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്തിട്ടില്ല. എല്ലാ പ്രോമിസും ഈവൻ ഇപ്പോഴും അവർ പറയുന്നത് 5 വർഷം ഭരണത്തിൽ ഇരുന്നതിന് ശേഷം അവർ പറയുന്നത് ഇഫ് റീ എലക്റ്റഡ് അത് 2-3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ 2-3 മാസത്തിനാവും അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അവർ ചെയ്തിട്ടില്ല. ഈ 2 പാർട്ടീസും ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പുറേന്ന് ബാക്ക് ഓഫ് ദ ഡോർ അവരൊരു പുതിയൊരു ടാക്സ് സൈൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് പകുതി കൂടുതൽ ആൾക്കാർക്ക് ഇതുവരെ അറിയത്തില്ല. അതാണ് റീസൈക്ലിംഗ് ടാക്സ് എന്ന് പറയും. പുതിയൊരു ടാക്സ് അത് ആർക്കും അറിയത്തില്ല. അത് ഇംപ്ലിമെന്റ് വരും, ബില്ല് വരാൻ തുടങ്ങുമ്പോൾ എന്താണ് ശരിക്കും നമ്മൾ റീസൈക്ലിംഗ് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ അത് ആദ്യം എന്ന് പറഞ്ഞാൽ അതിന് വെച്ച് എല്ലാവരും ടാക്സ് ചെയ്യുന്നത്. അത് ഒരു പുതിയ ടാക്സ് ആയിട്ട് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർ സൈൻ ചെയ്തു ബില്ല്.
ജസ്റ്റ് അവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരാഴ്ച മുമ്പ്. റീസൈക്കിളിന് ഇനി തുടങ്ങി കാശ് കൊടുക്കേണ്ടി വരും. അത് വെയിറ്റ് അനുസരിച്ച് കാശ് കൊടുക്കും. ഓക്കെ, അപ്പോൾ താങ്കൾ ഏത് പാർട്ടി വരണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ കൺട്രിക്ക് നല്ല വരണമെങ്കിൽ യു ഷുഡ് ഗിവ് എ ചാൻസ് ടു ലെഫ്റ്റീസ്. അത് ഏത് ലെഫ്റ്റി ആയിക്കോട്ടെ, ആരൊക്കെയാണ്? ഷിൻഫെയിൻ, സോഷ്യൽ ഡെമോക്രാറ്റ്, ആന്റി ഓസ്ട്രേലിയ അലയൻസ്, പിന്നെ കുറെ നല്ല ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. ആ നല്ല ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിൽ കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസിന് അവരുടെ വ്യൂ ഡിഫറൻസ് വന്നപ്പോഴത്തേക്ക് ചാടിപ്പോയെന്ന നല്ല ആൾക്കാരാണ്. താങ്കൾ ഈ പറഞ്ഞ 3 പാർട്ടികളിൽ ആർക്കായിരിക്കും മുൻതൂക്കം? എന്റെ പ്രൊഡിക്ഷൻ അനുസരിച്ച് ഡെഫിനറ്റ്ലി ഫിനഗേൽ ഒരു വലിയ പാർട്ടിയായിട്ട് പൊങ്ങി വരും, ഒറ്റകക്ഷി. പക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റത്തില്ല. ഈവൻ അവരുടെ ഇപ്പൊ ഇരിക്കുന്ന സപ്പോർട്ടിംഗ് പാർട്ട്നേഴ്സ് ലേബേഴ്സ് അവർക്ക് 4 സീറ്റ് പോലും കാണത്തില്ല. അപ്പൊ അവർ ആ ഓപ്ഷൻ പോയി. പിന്നെ ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഒരു ലാർജസ്റ്റ് പാർട്ടിയായിട്ട് പൊങ്ങി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫിനഫോൾ ആയിരിക്കും. മൂന്നാമത്തെ ഷിൻഫെയിൻ ആയിരിക്കും. ഈ 3 പാർട്ടീസ് ആയിരിക്കും ഒരു മേജർ പാർട്ടിയായിട്ട് പൊങ്ങി വരുന്നത്. പക്ഷേ എങ്കിൽ ഒരു കോalition എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു തിങ്ക് പോലും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ബിക്കോസ് ഫിനഗേലും ഫിനഫോളും ഒരിക്കലും ചേരത്തില്ല. ബിക്കോസ് ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ലീഡേഴ്സ് ഡിബേറ്റിൽ തന്നെ നോക്കി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, അവരെങ്ങനെ ചേരും? അപ്പൊ പിന്നെ നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോകണം നമുക്ക്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനഫോളും ഷിൻഫെയിനും ആണ്. അവർ കുറെ അതിൽ അവര് യോജിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഷിൻഫെയിന്റെ ഒരു ക്രിമിനൽ റെക്കോർഡ്സ് അവർ നോക്കുവാണെങ്കിൽ അവരെ എപ്പോഴും താത്ത് കാണിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അവര് അതേലും ചേർത്തില്ല. അപ്പം പിന്നെ ഓപ്ഷൻസ് ഉണ്ടോ? ഇപ്പം നമ്മൾ ഈ ജനറൽ ഇലക്ഷൻ നോക്കുമ്പോഴത്തേക്ക് 240 ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ്, അതിൽ ഈ ചെറിയ പാർട്ടീസ്, ആന്റി ഓസ്ട്രേലിയ അലയൻസ്, ഗ്രീൻ പാർട്ടി, ഇവരെല്ലാം കൂടെ കൂടിയിട്ടാണ് അത് മത്സരിക്കുന്നത്. അപ്പം ഇപ്പം ഡോമിനേഷൻ ചെയ്യാൻ പോകുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സർവേ അനുസരിച്ച് 28% ഫിനഗേൽ, 21% ഫിനഫോൾ, 19% ഷിൻഫെയിൻ, 7% ലേബർ, ഇൻഡിപെൻഡന്റ് അതേഴ്സ് 25%. അപ്പം ഈ റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് ഈ ആര് കയറിയാലും കൂടി വന്ന 1 വർഷം 1.5 വർഷം അത് കഴിയുമ്പോൾ റീ എലക്ഷൻ ആയിരിക്കും ഇപ്പോഴത്തെ ഈ സർവേ അനുസരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒത്തിരി വേറെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ ലെഫ്റ്റീസ് കയറണം, അതാണ് എൻ്റെ ആഗ്രഹം. ലെഫ്റ്റീസ് കയറണം. ബിക്കോസ് ഈ 2 പാർട്ടീസും ഭരിച്ച് ഒരാൾ കയറും. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ കോൺഗ്രസ് കഴിഞ്ഞാൽ ലെഫ്റ്റ് കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ലെഫ്റ്റ്. അല്ല, ഇതിപ്പോ അങ്ങനെ ലെഫ്റ്റ് അല്ല, അങ്ങനെ ഇവിടെ ഫിനഗേൽ അങ്ങനെ അധികം ഭരിച്ചിട്ടില്ല. അതൊരു കറക്റ്റ് അല്ല. നാട്ടിലെ സിറ്റുവേഷൻ പറഞ്ഞാൽ എവരി ഓൾട്ടർനേറ്റീവ് ആണ്. പിന്നെ ലെഫ്റ്റ് എന്തായാലും ഷിൻഫെയിൻ ഭരിക്കാൻ പോകുന്നില്ല ഇവിടെ. ഇപ്പം ഈ വർഷം എന്തായാലും ഭരിക്കാൻ പോകുന്നില്ല. അവര് ക്രിമിനൽ കോർട്ട് പോലും അടച്ചേക്കണമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സിറ്റുവേഷൻ അതുപോലെ ഷിൻഫെയിൻ ഒരു സ്പെസിഫിക് കോട്ടസ് ഉണ്ട്, അത് ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടും. അത് കൂടുതൽ കിട്ടിയ അറ്റ്സ് എ ഗെയിൻ ഫോർ ദം. പക്ഷേങ്കിൽ ഇൻഡിപെൻഡൻസ് ആൻഡ് അതേഴ്സ്, ഈ ചെറിയ പാർട്ടീസ്, അവര് ഈ ഇലക്ഷനിൽ നോക്കിക്കോ. ഇപ്പം ആന്റി ഓസ്ട്രേലിയ അലയൻസ് അവർ ഇപ്പം മത്സരിക്കാൻ പോകുന്ന 31 സീറ്റിലാണ്. അവരിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം ഒരു 7 സീറ്റ് കിട്ടിയാൽ മതി. 31 അവർ അത്ര അതാണ് 7 കിട്ടിയാൽ മതി. 7 കിട്ടുമ്പോഴത്തേക്ക് അവർ ഒരു മേജർ അതായിട്ട് വരും. പിന്നെ സോഷ്യൽ ഡെമോക്രാറ്റ്സ് അവരും കുറെ സീറ്റ്സ് ഇത് മത്സരിക്കുന്നുണ്ട്. ഇതുപോലാണ് ഇൻഡിപെൻഡൻസ് കുറെ ഉണ്ട്. ഇവരെല്ലാം ഈ ലെഫ്റ്റിസ്റ്റിന്റെ കൂടെ ചേരും. പക്ഷേ ഫിനഗേലും ഇൻഡിപെൻഡൻസും കാൻഡിഡേറ്റ്സും കൂടി മിക്കവാറും ഇവിടെ ഭരിക്കും. അതാണ് സാധ്യത കാണുന്നത്. അതൊരു സാധ്യത ഉണ്ട്. പക്ഷേ അതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇപ്പം 8th അമെൻഡ്മെന്റ് റിപ്പീൽ ചെയ്യാൻ വേണ്ടി, അബോർഷൻ ലോ അത് ചെയ്യാൻ വേണ്ടി ഫിനഗേൽ ഒരു രീതിയിലും ഫേവർ ചെയ്യുന്നില്ല. ബാക്കി ഈ ഇൻഡിപെൻഡൻസും ലെഫ്റ്റീസും ഫേവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. ഇന്നലെ പറഞ്ഞതാ. ഇന്നലെ നിങ്ങളുടെ ലീഡർ പറഞ്ഞ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ട് ഞങ്ങൾ അത് ചെയ്തിട്ട് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ആണ്. തീർച്ചയായിട്ടും 1983 66% ഓഫ് ദ പബ്ലിക് വോട്ടഡ് ഫോർ ദിസ് 8th അമെൻഡ്മെന്റ് വന്നത് അങ്ങനെയാണ്. 63% വേഴ്സസ് 33%. ഓക്കെ, ആ ഒരു വോട്ടിംഗ് സിസ്റ്റത്തിനെ തിരിച്ചാ ചിന്തിക്കുന്നതെങ്കിൽ 83 കഴിഞ്ഞ് എന്ത് ചേഞ്ചസ് ഉണ്ടായി ഈ രാജ്യത്തിന്? ഇപ്പം ഇവിടുത്തെ ജനറേഷൻ അതാണ് ബാക്കി അത് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഒരു റെഫറൻഡം വേണം. They are going to bring a referendum. അതുകൊണ്ട് the political party is not going to say this. The public is going to say this. Election ഫ്രണ്ട് വെച്ചിട്ട് ലെഫ്റ്റീസ് പറയുന്നുണ്ട് ധൈര്യമായിട്ട്, we want it to be changed. Anybody can say anything, Rupesh. But why not? They have to now. They won't say. We will consult, we will do this, we will do. പക്ഷേ എങ്കിൽ അവർ ഇന്നലെ നിങ്ങളുടെ ലീഡറിനോട് 2-3 വർഷം ഈ ചോദ്യം ചോദിച്ചു,
Minister, can you make it clear? They say public will do it. Referendum will do it. Referendum will do. But what is your stand on that? Do you support or not? No. We will have to do consultation. We will have to involve expert panel. We will have to bring that panel. പക്ഷേ എങ്കിൽ ആരും ക്ലിയർ ആയിട്ട് ഒരു ഉത്തരം തരുന്നില്ല. അതേ സെയിം സ്ഥാനത്ത് അവിടെ ലെഫ്റ്റിസ്റ്റ് ഉണ്ടായിരുന്നതെന്ന് ഷിൻഫെൻ മാത്രമുള്ളവരും ഷിൻഫെൻ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തു, ഞങ്ങൾ ഇത് മാറ്റണമെന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ബാക്കി ഈ ചെറിയ ചെറിയ പാർട്ടീസ് അവിടെ ആ ലീഡേഴ്സ് ഡിബേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ അതാണ് ഇപ്പം കാണിക്കുന്നത്. അവരുടെ ലീഡേഴ്സ് ചെറിയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആന്റി ഓസ്ട്രിറ്റി, സോഷ്യൽ ഡെമോക്രാറ്റ്, ഇവർ ചേർന്നിരിക്കുന്നത് അവരുടെ മിനിമം ഇത്ര സീറ്റുകൾ കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ എക്സ്പെൻസുകൾക്ക് ഒരുപാട് ഫണ്ടിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ക്ലബ് ചെയ്യുന്നത്. അവർക്കെല്ലാം ഒരുപാട് അർജൻറ്റയുണ്ട്. അവിടെയാണ് രൂപേഷ് പറയുന്നത് 25 ഇൻഡിപെൻഡൻസിനെയും കൊണ്ട് രാജ്യം ഭരിക്കണമെന്ന്. 25 ഐഡിയാസ്, 25 മൈൻഡ് സെറ്റുകൾ. 25 ഇൻഡിപെൻഡൻസ് ഇവിടെ ഉണ്ട്. 28% ആണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻസ് contesting this elections including small parties is 240. That's what I'm converting into 25 seats. That's what I'm converting into 25 seats. 25 people coming with a different ideas, different minds. They don't have any clue. Many of them don't have any clue of the country. പുള്ളി പറയുന്നത് ഞാൻ പോയിന്റ് പിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ഇൻഡിപെൻഡൻസിന് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഇപ്പൊ ഫിനഗയിലും ഇൻഡിപെൻഡന്റ് പറഞ്ഞു. അപ്പം ഇപ്പൊ എങ്ങനെ ഞാൻ പറയുന്ന ലെഫ്റ്റിൽ ആരുമില്ല. അവരും ഇൻഡിപെൻഡന്റുകളോട് ഭരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു റിയാലിറ്റി ഇല്ല. പറഞ്ഞു വരുന്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ ഫിനഗേൽ മാത്രം ആണ് സ്മാർട്ട് പാർട്ടി. At the moment they are the smart party. They prove that. They prove that by employment. They prove that by economic growth. Homelessness. Go and walk Homelessness. in the streets. Go and walk in the streets of Dublin. I will tell you how many candidates, how many people are waiting for homes. It's in lakhs, you know. It is in always. It is not something new. It's not always. You should feel shame on saying that. Yeah, even if one person sleeps on the street in this cold weather. It is truth. It is truth. It is there. It is not. Sinn Féin come, it will not change. No, it's not a big achievement to say that housing. What housing? Can you your government has bought this 20% this thing deposit? No, you are saying you are saying people before profit. You are saying people before profit. Can you just answer my question? No, answer me. You are supporting people before profit. Tell me one thing. I mentioned it very clearly in the beginning. I am supporting left government. If you want me to pick up one party from that, I will definitely pick up anti-austerity alliance. But they are in alliance with people before profit. Why they are fighting the election together? Yes, because just to get the funding from the government. It's not just to get the funding. Because they need some 7 seats or 10 seats to at least get the minimum requirement. Because they all have, because everywhere it is politics, it's politics. Election results will show. Okay. എല്ലാ സർവേയും മറികടന്ന് ഫിനഗയിൽ ഇതിൽ കൂടുതൽ സീറ്റ് പിടിക്കും. People are clever in Ireland. I will say. അല്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. I totally disagree. People have the final vote. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഫിനഗയിലല്ല പാർട്ടി വരുന്നതെങ്കിൽ, അല്ല ഫിനഗയിലല്ല വരുന്നതെങ്കിൽ ഇപ്പൊ മറ്റൊരു പാർട്ടിയാണ് വരുന്നത് എന്ന് കരുതുക. ആ പാർട്ടി വരുവാണെങ്കിൽ വാട്ടർ ടാക്സും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സും എടുത്ത് കളയുമെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. ഇന്നലെ ഇവര് ഞാൻ പറഞ്ഞുതരാം ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വാട്ടർ ടാക്സ് ആൻഡ് പ്രോപ്പർട്ടി ടാക്സ് ഫിനഗയിൽ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ലേബർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് അവരാണ് ഇപ്പൊ രണ്ടുപേരും പറയുന്നത്. ഫിനഫോൾ അവർ വാട്ടർ ചാർജസ് അബോളിഷ് ചെയ്യും. What will happen to that department? Wait. Let me answer this question. Okay. And Sinn Féin അവർ രണ്ടും സസ്പെൻഡ് ചെയ്യണം. ഇതാണ് ഈ വാട്ടർ ടാക്സും പ്രോപ്പർട്ടി ടാക്സും. ഫിനഗയിലും ലേബറും പറയുന്നത് എല്ലാം എടുത്ത് കളയുമെന്ന്. ഇപ്പൊ IMF പ്രകാരമാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ അയർലൻഡ് സാമ്പത്തിക മന്ദതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അയർലൻഡ് ഓൾറെഡി അതേന്ന് കുറെ പൊങ്ങിക്കഴിഞ്ഞു. അയർലൻഡ് ഈ ജനങ്ങളുടെ ബാങ്കേഴ്സ് ആണ്, ഡെവലപ്പേഴ്സ് ആണ് ഈ കൺട്രീനെ ഈ നിലയിൽ കൊണ്ടുവന്നത്. ഈ ഒത്തിരി ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും ശരിക്കും അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടോ? അത്രയും ഗ്രോത്ത് ഉണ്ടോ? നമ്മൾ ഐറിഷ് ഗവൺമെന്റ് പറഞ്ഞ ഗ്രോത്ത് സ്ട്രാറ്റജി റെക്കോർഡ് അല്ല ഇത്. യൂറോപ്യൻ യൂണിയനിലെ 7% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് അല്ല. ഇറ്റ്സ് എ ട്രൂത്ത് ഗ്രോത്ത് തന്നെയാണ്. അത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ വണ്ടികളുടെ ആയാലും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് എല്ലായിടത്തും ഇംപ്ലിമെന്റ് ആയോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഫസ്റ്റ് 3 years ഒരു ടാക്സ് ഡിഫറൻസും ഇല്ലായിരുന്നു.
ലാസ്റ്റ് ഇയറിലും ഇല്ലായിരുന്നു. ഇപ്പം ഇവർക്ക് ഇലക്ഷൻ ആണെന്ന് പറഞ്ഞ് കുറച്ച് ഫോൾ പ്രോമിസുകൾ കൊടുക്കാം. ഇവർക്ക് പറയാം വാട്ടർ ചാർജ് എടുത്ത് കളയും. They are not saying പക്ഷെ ഏത് ഗവൺമെന്റ് വന്നാലും വാട്ടർ ചാർജ് എടുത്ത് കളയുന്ന പ്രശ്നമില്ല. അത് ഏത് ഗവൺമെന്റ് അത് എടുത്ത് കളയാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ഏത് ഗവൺമെന്റ് വന്നാലും ആ ജോബ് എവിടെ പോകും? അല്ല, അപ്പോൾ പിന്നെ ഇപ്പൊ ഏത് ഗവൺമെന്റ് വന്നാലും വാട്ടർ ടാക്സ് എടുത്ത് കളയാൻ പറ്റില്ല. ഒരിക്കലും സാധിക്കില്ല. ഗവൺമെന്റ് തീരുമാനിക്കാം. ഗവൺമെന്റ് ഇതിന് മുമ്പേ ഒരിക്കലും സാധിക്കില്ല. ആ സ്റ്റേജ് കഴിഞ്ഞു. ഏത് സ്റ്റേജ് കഴിഞ്ഞു? IMF-ഉം ഫിനഗിയലാണ് ആ സ്റ്റേജ് കഴിഞ്ഞ് ഗ്രോത്തിലോട്ട് കൊണ്ടുവന്നത്. സോ വി ആർ സെയിങ് let them do next 5 years rather than bringing some independence. To give them more 5 years to bring more people out of their homes and let them sleep. Why they are out of their homes when they are getting job? When they are getting into job. Can you tell me എല്ലാ മാസവും ഇപ്പം on an average between 10 to 15,000 ആൾക്കാർ homeless ആവുന്നുണ്ട്. No, why you are saying how homeless in homeless data you are saying figures. It is no figure like 15,000 people every month homeless. No, every month 15,000. Yes, that's a false information. Never ever. അത് ഒത്തിരി ഒരു വലിയൊരു സംഖ്യയാണ് അത്. No, that's wrong. Absolutely wrong. That's wrong. Absolutely wrong. 15,000 every month. What he's talking about? How many? Every month for the past 6-7 months. No, that's wrong. No, the information what he is trying is the number of house requirement is demanding, badly required. It is not homelessness. Do you have any idea how many people are staying in the hotels and the accommodations? Rubesh, because Ireland is bringing more people from even Syria. Okay, it's not Syrian people those who are staying in hotels. Yeah. It's this homeless people. Not 500, 700. That's out of our debate. It is 500, not right. 700. Yeah, no, it is not. No, sorry. It is even. What is it? 5,000. It's 15,000. 15,000. 15. It's more than that. No. Not every month. Every month, 15,000 people homeless. For the That's wrong. past 6 months. No, that's not. If you don't know, we can check. Yeah, we can check. Okay. We can check it. My figures might be slightly up and down, but do you have any idea how many people are staying in hotels and other accommodations? I don't know. But I don't think if Sinn Féin come, this all people are going to get the houses. Or anybody comes. Those or who are anti-austerity already out comes. of the house. Those who are already out of the house. Because they are good in fighting. In the street, they are very good. They are good in fighting. They are in the street. Think of the people Anti-austerity, they are good in the street. They are good street Yesterday, people. there was a lady who became houseless a week ago. Okay. She is from Cork. She is homeless with 5 kids. എങ്ങനെ ജീവിക്കുന്നവര്? അതാണ് ക്വസ്റ്റ്യൻ. പുള്ളിക്കാരത്തി എങ്ങനെ ജീവിക്കുന്നു? പുള്ളിക്കാരത്തി ഇപ്പം ഹോട്ടൽ അക്കോമഡേഷനിൽ കൊണ്ടുപോയി അക്കോമഡേറ്റ് ചെയ്തേക്കുക. 5 പിള്ളേരോട് 5 പിള്ളേർ മീൻസ് ഈ ഒരു ബൂം ടൈമിൽ ബാങ്ക്സ് ലോൺ പുറത്ത് ലോൺ അപ്പൊ ആരും കൺട്രോൾ ചെയ്തില്ല. അത് കഴിഞ്ഞ ശേഷം ഈ റിക്കവറി ചെയ്യാൻ വേണ്ടി ഇവർക്ക് 5 വർഷം ഉണ്ടായിരുന്നു. ഇവർ പറയുന്നത് റിക്കവറി ചെയ്യുന്ന ആൾക്കാർ ഹോംലെസ് ആയിക്കൊണ്ടിരിക്കുക. അല്ല, പൊതുവേ ഉള്ള ഇത് രീതി അനുസരിച്ച് റിക്കവറി ആവുന്നുണ്ടോ? ഈ ടോപ്പിലുള്ള ആൾക്കാർ റിക്കവറി ആവുന്നുണ്ടോ? അതാരും പറയത്തില്ല. ഈ മിഡിൽ ക്ലാസ് എക്സാമ്പിൾ അണ്ടർ 6 ഇയേഴ്സിനും ഉള്ള ചിൽഡ്രൻസിന് GP ഫ്രീ കൊടുത്തു എന്ന് പറയുന്നു. ഇത് ഗവൺമെന്റിന് കോസ്റ്റ് ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എബവ് 60 അല്ലെ 70 ഓൾഡർ പീപ്പിളിന് ഫ്രീ GP എന്ന് പറഞ്ഞു. ഇത് കൊടുത്തിട്ടില്ല. പക്ഷെ അവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് സെയിം ഈ ഓൾഡർ ആൾക്കാരുടെ ടെലിഫോൺ അലൗൺസ് അവർ ഓരോരുത്തർ താമസിക്കുന്നത് നോക്കണം. കട്ട് ഓഫ് ഏരിയാസിലൊക്കെ താമസിക്കുന്നത് വില്ലേജിൽ കൗണ്ടീസിൽ അവരുടെ ടെലിഫോൺ അലൗൺസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പം പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ GP തരാം അബോവ് 70. ഇപ്പം ഈ 7% ഗ്രോത്ത് വന്നത് നമ്മൾ കടത്തിന്റെ മേലെ കടത്തില് നമ്മൾ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഇരുന്ന സമയത്താണ് ഗവൺമെന്റ് വരുന്നത്. ഇത് IMF-ഉം യൂറോപ്യൻ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് ഈ ഗ്രോത്ത് വരുന്നു നിങ്ങൾ പറയുന്നത് ഈ ഞങ്ങൾ പറയുമല്ല, അത് ഫാക്ട് ആണോ? ഓക്കെ, ഫാക്ട് ആണ്. ഗ്രോത്ത് വരും, ഞാൻ പറയുന്നില്ല. ഗ്രോത്ത് വരുന്ന ഈ ഹൈ ലെവലിലാണ് ഗ്രോത്ത് വരുന്നത്. No, it is not high level. What kind of jobs are being created in Ireland? What kind of jobs these companies are creating? Yeah. Can you tell me? Yeah, there are so many jobs. Be specific. I can tell you what kind of jobs. If you don't know, I can tell you. I can tell you as well. Tell me, please. If it is a IT company coming here, if there is an IT company coming here, yes, direct or indirectly, all sector of jobs are there. All sector of jobs. What kind of jobs they are creating? IT company is coming.
അവർ ക്രിയേറ്റ് ചെയ്യുന്ന ജോബ് IT സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ഒരു 100 പേര് ഇന്റർവ്യൂക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നത്, 100 ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ ഹാർഡ്ലി 10 ഐറിഷ്, ബാക്കി യൂറോപ്യൻസ്. അതിൽ കൂടുതൽ ഇപ്പം നോക്കിക്കോ, ഇവിടെ 4 കോൾ സെന്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. ഞാൻ ഒരു കമ്പനിയുടെ പേര് പറയുന്നത് 4 കോൾ സെന്റേഴ്സ്. അതിൽ യൂറോപ്യൻസിന്റെ എണ്ണം നോക്കുവാണെങ്കിൽ ഹാർഡ്ലി 10 to 15% ആണ്. ബാക്കി മൊത്തം, ഞാനൊരു ഇന്ത്യക്കാരനാണ്, എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ, അവർക്ക് ഒരു ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ അവരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ് നെക്സ്റ്റ്, അവരാണ് ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ആരാ? ഐറിഷ് ഇല്ല, വളരെ കുറവ് പെർസെന്റേജ്. അപ്പം പറയുന്നത് ഈ ഇന്ത്യൻസ് ആർ ഹൈ അല്ല. It's not question of so you Indians just are check how many educated. schools they created. അല്ല ഞാൻ ചോദിക്കുന്നത് 150 schools. 150 schools in Ireland. Who created? In this government. Have they created? Yes. You don't have the facts. Yes, if I have the facts, You don't have the facts. I will show you. I will fighting show you the this facts. school thing for the past 1.5 years. They have not created. They have divested. In the lifetime of the government, more than 105 new schools built. They have not built. They have I know. not. If you are not saying that, if you don't build, I will don't tell build. you. In Lucan, how many schools built? Tell me, how many schools Lucan built? 2 schools in Lucan. 2 schools. Is that 150? I am saying in Lucan. all over the Ireland, only he is telling. It's not 150 schools. It's not built. Then you can't. രൂപേഷ്, You want the ഇതിപ്പോ facts, I'll show താങ്കൾ പറയുന്നത് ഹൈ ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഈ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് ഗവൺമെന്റ് കുറെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുകിട പദ്ധതികൾക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ബെനിഫിറ്റ് ഇവരെ ഒരു ജോബ് ബ്രിഡ്ജ് സ്കീം എന്ന് പറഞ്ഞാൽ And basic നമ്മുടെ minimum wages changed. ജോബ് ബ്രിഡ്ജ് സ്കീം എന്ന് പറഞ്ഞാൽ ഇവര് ആൾക്കാർ ജോലി ഇല്ല, അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവിടുന്ന് കൺവേർട്ട് ചെയ്തിട്ട് അവർക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ആ കമ്പനീസിലോട്ട് കുറെ ആൾക്കാർ കിട്ടും. ഇപ്പം ഇവരുടെ ലീഡേഴ്സ് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. അവരുടെ ഒരു തെറ്റായ ഒരു ധാരണയിൽ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അത് ഫെയിലായി. ബിക്കോസ് എന്തോ കമ്പനീസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജോബ് ബ്രിഡ്ജ് സ്കീമിൽ ഒരാൾ പോകുമ്പോൾ അവരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക, അവരെ അവർക്ക് ഒരു മിനിമം എന്തെങ്കിലും ഒരു കാശ് സാലറി കൊടുക്കും. അതിൽ അവരെ സൂക്ഷിക്കുന്ന മാക്സിമം അവരെ പിഴിഞ്ഞെക്കി എടുക്കുക. ലാസ്റ്റ് പിന്നെ പറയും, നോ യു ആർ നോട്ട് അപ് ടു അവർ വാ, എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കും. 2 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരാളെ എടുക്കും. അപ്പൊ അതിൽ അവർ ബെനിഫിറ്റ് വരുന്നുണ്ട്. കമ്പനീസ് പൊങ്ങി വരുന്നുണ്ട്, കമ്പനീസ് കാശ് ഉണ്ടാക്കുന്നുണ്ട്. So if Fine Gael is only for the upper class, if Fine Gael is only for upper class, let me tell you 2 things. Why they bring the minimum wages if it is only for upper class? Number 1. Number 2, if Fine Gael is only for upper, why they reduce the universal social charge for the lower income group? Don't argue. അല്ല, ഈ ചൈൽഡ് There is ബെനിഫിറ്റ് 2 things, ആയാലും okay? വ്യത്യാസമുണ്ടല്ലോ. 2 things I clearly said. benefit Minimum wages is for poor. They €5 bring into 11. The minimum wages changed only for the lower class people. They Minimum change. wages, it affects everybody. അല്ലല്ലേ, Everybody, yeah. അല്ല When ഗ്രോത്ത് making it is everybody, it is mainly affected Minimum the wages lower affects income. everybody, yeah. Minimum wages affect the lower income group. വേജസ് ഇവിടെ കൂടുമ്പം അതനുസരിച്ച് മുകളിൽ ആൾക്കാരുടെ ശമ്പളം അല്ല, ഗ്രോത്ത് അനുസരിച്ച് എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചൈൽഡ് ബെനിഫിറ്റ് ആയാലും മിനിമം വേജസ് ആയാലും എല്ലാവർക്കും ഉൾപ്പെടുന്നതാണല്ലോ. ഹയർ ഇൻകത്തിന് ചേഞ്ച് ചെയ്യാതെ ലോവറിന് ചേഞ്ച് ചെയ്തപ്പോൾ അതും എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ആവത്തില്ല. ഓൺലി ലോവർ ഇൻകത്തിനാണ് അത് ബെനിഫിറ്റ്. ഫിനഗേൽ ഇപ്പം പറഞ്ഞേക്കുന്നേ, ഇപ്പൊ പുള്ളി പറഞ്ഞതനുസരിച്ച് യൂണിവേഴ്സൽ സോഷ്യൽ ചാർജ് They will remove it. They will take it. Yeah, take it out. That they can, but not water charge because that's a department. എടുത്തു കളയുന്നു. Universal social charge എടുത്തു കളയുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. Because they are doing. They are bring down this budget. They come down to 5 point something. So 5 years they can bring 1%, they can take it out. No one can question that. But water charge, there is a department already existing in this country. That department is This department existing and they have jobs, okay? Because What jobs they have? personally, what jobs I will tell you. Yeah. Why water department, water is wasting more than what we are using. Okay? In Ireland, water usage is everybody using water, but more wastage. That can be accounted by a system with a measurement. Number 2, we have old water piping systems. There are lot of piping wastage on this. All can account. I am sending this water, it is not reaching in your house. Okay, that means there is an issue. This can be accounted. Okay, water
authority. Everywhere water charge is there, okay? It is not only Ireland. I agree with that. It came in the wrong time. Everywhere property tax. There are so many places. No. അപ്പുറത്ത് ഇരിക്കുന്ന നോർത്തേൺ അയർലൻഡ് ഇല്ല പ്രോപ്പർട്ടി ടാക്സ്. Don't compare Northern Ireland with Ireland. നോർത്തേൺ അയർലൻഡിൽ എല്ലാം കൂടിയിട്ട് ഒരു ചാർജാണ്, ഇയർലി ചാർജാണ് വരുന്നത്. പക്ഷേ അത് 700, 750, 800 പൗണ്ടാണ് വരുന്നത്. ഇപ്പൊ ഒരു ടാക്സ് അടിച്ചു, പ്രോപ്പർട്ടി ടാക്സ്. ഇപ്പൊ അത് കഴിഞ്ഞ ശേഷം വാട്ടർ I ടാക്സ്. am not saying അയർലൻഡിൽ ടാക്സ് കുറവാണെന്നോ ഞാൻ പറയുന്നത്. അയർലൻഡിൽ ടാക്സ് കൂടുതലുണ്ട്. ഇത് ഫിനഗയിൽ കൊണ്ടുവന്ന ടാക്സ് അല്ല. അയർലൻഡിന്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ 48% ആവറേജ് ടാക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 2008 ശേഷമാണത്. 2008 41 ഞാൻ ചെയ്യുന്ന ടോട്ടൽ മൊത്തം ആവറേജാണ് ഞാൻ പറയുന്നത്. 20, 40, നമ്മുടെ 23 ഇതിൻ്റെ ഒരു ആവറേജ്. ഇതേ സമയം സ്വീഡനിൽ 60% ആണ്. അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റും അതുപോലെയാണ്. അതുകൊണ്ട് അയർലൻഡിലെ ടാക്സേഷൻ കൂടുതലാണ്. അതിന് ഇന്നത്തെ ഇലക്ഷനുമായിട്ട് ഒരു വലിയ ഡിബേറ്റിനുള്ള സാധ്യതയില്ല. അതെന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ് ആണ്. ഇത് നടന്നിരിക്കുന്നത് പക്ഷേ ഈ എല്ലാ വർഷവും നമ്മൾ ഡിബേറ്റ് ചെയ്തിട്ടും ഇത്രയും വർഷം കൊണ്ട് എന്തുകൊണ്ട് ഈ ലെഫ്റ്റ് പിന്നെ വരുന്നില്ല? ലെഫ്റ്റ് വരാത്ത ഈ ജനങ്ങൾ പാവപ്പെട്ടവരാണല്ലോ. 99% പാവപ്പെട്ടവരാണെന്ന് പറയുന്നത്. ഈ 99% പാവപ്പെട്ടവരാണെങ്കിൽ why they are not ruling? ഫിനഫോൾ കൊളവാക്കി, അത് കഴിഞ്ഞ് അതിന് പുറത്ത് ഫിനഗേൽ വന്നു. അവര് പറയുന്നത് റിക്കവറി ചെയ്യണം, സയൻസ് കാണുന്നില്ല. Lefties are saying, lefties include but they are saying why they are not listening. They don't have leaders. Give us a chance. Yeah, but nobody will give. രൂപേഷ് എന്താണ് ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ പാർട്ടികളുടെ പ്രകടന പത്രിക എന്താണ്? അവരുടെ മേജർ ആൾക്കാരുടെ പ്രകടന പത്രിക വാട്ടർ ടാക്സസ് അവർ അബോളിഷ് ചെയ്യുന്നത്, പ്രോപ്പർട്ടി ടാക്സ്. പിന്നെ അവർ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം ഇവിടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ അൺഡിവൈഡഡ് ഈ 1%, 2% ആൾക്കാരുടെ കയ്യിലാണ് വെൽത്ത് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ഈ വെൽത്ത് ടാക്സസ് കൂടുതൽ ഏൺ ചെയ്യുന്നു, കൂടുതൽ ടാക്സ് ചെയ്യണം. ഒരു സമൂഹം ബാലൻസ് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന വലിയ കമ്പനീസ്, വലിയ CEOs അവരുടെ ഓരോ ആൾക്കാരുടെ ശമ്പളം നോക്കണം, അവർ കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ പാവപ്പെട്ട ആൾക്കാർ അവിടെ തന്നെ കിടക്കും. അതിൽ ഒരു ചേഞ്ചസും വരാൻ പറ്റില്ല. അപ്പം ആ ടാക്സസ് ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യും? അവരുടെ ഫ്ലാറ്റ് ആയിട്ട് 23% ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് റിനുവ. പക്ഷെ അത് എല്ലാവർക്കും 23%. അത് ഒരിക്കലും ശരിയല്ല. പക്ഷേ ലെഫ്റ്റ് അല്ല, അത് ചാടിപ്പോയേക്കുന്ന ഫിനഗേലിൽ തന്നെ ചാടിപ്പോയേക്കുന്ന ആളാണ്. അതിപ്പം ഗവൺമെന്റ് ഫിനഗേൽ കയറാൻ പോകുന്ന പുള്ളിക്കാരത്തെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അത് എന്റെ വാക്കാണ്, നോക്കി അത് സംഭവിക്കും. അപ്പൊ ഈ വെൽത്ത് ബാലൻസ് ചെയ്യണം. ബാലൻസ് എങ്ങനെ ചെയ്യും? കൂടുതൽ ഏൺ ചെയ്യുന്നതിൽ കൂടുതൽ ടാക്സ് ചാർജ് ചെയ്യുക, അത് തിരിച്ച് നമ്മുടെ പബ്ലിക് സർവീസസ് കൊണ്ടുവരിക. ഇതെങ്ങനെ വാട്ടർ ടാക്സും പ്രോപ്പർട്ടി ടാക്സും എങ്ങനെ അബോളിഷ് ചെയ്യാൻ പറ്റും? അതായത് IMF വഴിയുള്ള കോൺട്രാക്ട് അത് ഗവൺമെന്റിന്റെ ഡിസിഷൻ. അവർക്ക് വേണമെങ്കിൽ അബോളിഷ് ചെയ്യാം. പ്രഷേഴ്സ് വരും, പക്ഷെ അവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും ഒരു വലിയൊരു ബാധ്യത വരത്തില്ല. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വാട്ടർ ടാക്സ് ഉണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പേ അബോളിഷ് ചെയ്തു. ഇപ്പം വാട്ടർ ടാക്സ് എത്ര ആൾക്കാർ പേ ചെയ്യുന്നുണ്ട്? ഫിഗേഴ്സ് കാണിക്കുന്നത് 50%, 52%. പക്ഷെ അത് ആക്ച്വൽ ഫിഗേഴ്സിന് വേണ്ടി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഓരോ പാർട്ടീസ് ഫയൽ ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഫിഗേഴ്സ് കാണിക്കുന്നില്ല. എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഗവൺമെന്റ്? അവർ പറയുന്നത് നിങ്ങൾ ഫിഗേഴ്സ് പുട്ടപ്പ് എത്ര ആൾക്കാർ പേ ചെയ്തിട്ടുണ്ടെന്ന്. അത് കാണിക്കത്തില്ല. ജസ്റ്റ് വേക്ക് 52%, 50, 60% പേ ചെയ്തിട്ടുണ്ട്. ഈവൻ 60% അല്ല 70% പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 30% ഇപ്പോഴും പേ ചെയ്തിട്ടില്ല. ഇവരെന്തോ ചെയ്യും? അപ്പം അന്യായമില്ലയോ? ആ പകുതി 70% ആൾക്കാർ പേ ചെയ്തെന്ന് പറയുന്നു, ബാക്കി 30% ഇതിനെ പേ ചെയ്തു. ഇവരെന്താ? പക്ഷെ അത് പ്രോപ്പർട്ടി ടാക്സ് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം 30% ആൾക്കാർ സ്മാർട്ട് അല്ലല്ല, അത് കുറച്ച് കഴിയുമ്പോൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കേണ്ടി വരും. സ്മാർട്ടായിട്ട് പറഞ്ഞാൽ ആന്റി ഓസ്ട്രേലിയയിലുള്ളവരാണ് ഈ 30%. അവർ സ്മാർട്ടായി കൊടുക്കാതെ ഈ 30% എന്ന് പറയുന്ന ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം ഫോളോ ചെയ്യാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്മാർട്ടായി. ബിക്കോസ് അവർ പേ ചെയ്തിട്ടില്ല. ആ 30% ആണ് നമ്മുടെ നാട് ഭരിക്കേണ്ടത്. ഇത് ശരിയല്ലെന്ന് ഗവൺമെന്റ്. പക്ഷെ അവര് ബിൻഡോയില് അവർ ബോർഡ് എഴുതി വെക്കും. ബിൻഡോയില് അവർ ബോർഡ് എഴുതി വെക്കണം, നോ വാട്ടർ ചാർജസ് എന്ന് പറഞ്ഞ ബോർഡ് എഴുതി വെക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്കും കൊടുക്കുന്നതായിട്ട് വരും. പ്രോപ്പർട്ടി ടാക്സിന്റെ സെയിം എഫക്റ്റും ഇതിനകത്തും വരും. താങ്കൾ നേരത്തെ പറഞ്ഞത് ഇപ്പൊ തുടങ്ങിയ സമയത്ത് വളരെ കുറച്ചാണ്, പിന്നീട് 60%, 70% അത് ഓട്ടോമാറ്റിക്കലി വരും ഫുള്ളായിട്ട്. ഫിനഫോൾ വരെ പറഞ്ഞിട്ടുണ്ട്, അവരെ ഭരണത്തിൽ കയറുവാണെങ്കിൽ അവർ വാട്ടർ ചാർജസ് അബോളിഷ് ചെയ്യും. അല്ല, അവർ വരത്തില്ലെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ അത് പറയുന്നത്. ഒരു കാരണവശാലും വരത്തില്ല. ഇപ്പൊ സെൻ പറഞ്ഞ പോലെ ഇപ്പൊ വാട്ടർ ടാക്സ് കൊണ്ടുവന്നാൽ ഏറ്റവും ഒരു നല്ലൊരു ഗുണം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒത്തിരി വേസ്റ്റേജ് ആകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് നമുക്കറിയാവുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടില്
അവർ മീറ്റർ പിടിപ്പിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ 60-66 യൂറോ ആണ് ബില്ല് വരുന്നത്. അതെ, ഫ്ലാറ്റ് റേറ്റ് ആണ് വരുന്നത് 2018 വരെ അല്ലേ, അത് ഫ്ലാറ്റ് റേറ്റ് ആക്കി. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കുള്ള ബില്ല് വരുന്നത് 66 യൂറോ, ബാലൻസ് 64 സംതിങ് ഫ്ലാറ്റ് റേറ്റ് ആണ് വരുന്നത്. പക്ഷേ ഒരു മീറ്റർ റീഡിംഗ് എടുത്തിട്ടുള്ളൊരു റേറ്റ് ഉണ്ട്, അതിനകത്ത് ബില്ല് വന്നിരുന്നത് 2200 യൂറോ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെള്ളം ഒരു മിനിറ്റിൽ ഇത്രയും വെള്ളം അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഉള്ള ആ പൈപ്പ് കണക്ഷൻ വഴി വേസ്റ്റേജ് ആവുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ, ഞാൻ പറഞ്ഞ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, വലിയ ലീക്കുകൾ 24/7 365 ഡേയ്സ് ആ പോകുന്ന അക്കൗണ്ട്. ഇവിടെ വെള്ളമില്ല, നമ്മുടെ ഒരു അതെ എന്തുകൊണ്ട് നന്നാക്കുന്നില്ല, അത് നന്നാക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു ചോദിച്ചു. ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴാണ് വന്നത്. ഇതിനു മുമ്പേ എന്തോ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, വാട്ടർ പോവാ പോട്ടെ. അതെ, അതാണ്, അതുകൊണ്ടാണ്. അപ്പം അതിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുക. അപ്പൊ അല്ലാതെ ഇവിടെ മഴയുണ്ട്, വെള്ളമുണ്ടല്ലോ, അല്ല ആ വെള്ളം പ്രോസസ്സ് ചെയ്യുന്നതിന് അതിൻ്റെതായ ഇതുണ്ട്. ഇത് രണ്ടും വന്ന് റോങ് ടൈം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പ്രോപ്പർട്ടി ടാക്സും വാട്ടർ ചാർജും അയർലൻഡിൽ വന്നത് റോങ്, അത് ഏത് പാർട്ടി ആയാലും റോങ് ടൈമിൽ വന്നതാണ്, അഡീഷണൽ ബേർഡൻ ആണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല. ഗ്രോത്ത് ഉണ്ട്, ഇല്ലെന്ന് ആർക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദേ ഹാവ് എ പ്ലാൻ. ഇഫ് സമൺ കംസ് വിത്ത് എ ന്യൂ പ്ലാൻ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ശ്രീ ബേബി പെരപ്പടൻ, മലയാളികൾ എത്രത്തോളം നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിൽ അവർ അവെയറാണ്, അല്ലെങ്കിൽ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്കത് തുടങ്ങാം. അതെ, യെസ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒത്തിരി ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആളുകളായാലും അവർ വോട്ട് ചെയ്യാനായിട്ട് അവർക്ക് ഒരു താല്പര്യം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ എസ് ഓർ നോ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒത്തിരി ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഈ വരുന്ന ജനറൽ ഇലക്ഷനിൽ എല്ലാവരും തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് ഇഷ്ടംപോലെ, നോട്ട് ഓൺലി മലയാളീസ് മാത്രം പറയേണ്ട, നമ്മുടെ ഇന്ത്യൻസ് ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഭാര്യയ്ക്ക് വോട്ടുണ്ട്. അപ്പം സാർ എന്തുകൊണ്ട് ചെയ്തിട്ട് അത് എന്തോ ചെയ്യാനാ ചെയ്തിട്ട്. പക്ഷെ അത് നമ്മുടെ ബേസിക് റൈറ്റ്. അതെ, യെസ്. ഇപ്പൊ ഇന്ത്യയിലാണ്, ഇപ്പൊ നമ്മൾ കേരളത്തിലാണെങ്കിൽ വോട്ടുള്ള ദിവസം വീട്ടിലിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭർത്താവ് എന്തായാലും സാധാരണ ആണുങ്ങൾ പൊതുവെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ തീർച്ചയായിട്ടും ഭാര്യയെ വരാൻ താല്പര്യമില്ലെങ്കിൽ കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. വീട്ടില് മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെയും ഏതെങ്കിലും രീതിയിൽ എത്തിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഇവിടെ അവർക്ക് മനസ്സിലാക്കാൻ, അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ രാഷ്ട്രീയവും വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണോ ഈ വോട്ട് ചെയ്യാൻ? അതില് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ കുറെ മലയാളീസിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവർക്ക് അറിയുന്ന 2 പാർട്ടീസേ ഉള്ളൂ, ഫിനഗേൽ, ഫിനഫോൾ. ചിലർക്ക് ലേബറിനെ പറ്റി അറിയാം, അത് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അപ്പം അവർ പറഞ്ഞ അവര് വന്നു, ഇവര് പോകും, ഇവര് വരുന്നവർ എന്തോ ചെയ്യാൻ വോട്ട് ചെയ്യുന്നു. അവര് ഈ നമ്മളിപ്പം ഒരു രാജ്യത്ത് താമസിക്കാം, നമ്മൾ ബേസിക്കലി ഇന്ത്യൻ ആണ്. പക്ഷേ ഇപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് ഇവിടെ നാളെ അവരെന്തെങ്കിലും ഡിസിഷൻ എടുത്തതിന് ശേഷം കടന്ന് ബോളം വെച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് നിങ്ങൾ വോട്ട് ചെയ്തില്ല, വോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ പറയാനുള്ള റൈറ്റ് ഇല്ല. അപ്പം പറയും, ഞാൻ ഇവിടുത്തെ ഐറിഷ് സിറ്റിസണാണ്, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ ഈ. പക്ഷേങ്കിൽ വോട്ട് ചെയ്യാൻ നടത്ത് ഈ കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, അവരുടെ ഓരോ മാനിഫെസ്റ്റോസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ ഇൻവോൾവ് ആണ്. ശരി, എല്ലാവർക്കും ടൈം ഇല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇലക്ഷൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ സ്പെയർ ചെയ്തിട്ടാണെങ്കിലും അത് റെക്കോർഡഡ് ഉണ്ട്, പല രീതികളുണ്ട്. നമ്മൾ ഓരോ അനാലിസിസും ഓരോ പത്രവും എല്ലാം എടുത്ത് വായിക്കുമ്പോഴേക്കും നമുക്ക് ജനറൽ ഒരു ഇൻഫർമേഷൻ കിട്ടും എന്തോ നടക്കുന്നതെന്ന്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ കുറേ പേരെ കൊണ്ടുപോയി ഞാൻ ഇപ്പം എൻറോൾ ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് അതായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യണ്ട. പക്ഷെ ഞാനത് പെർട്ടിക്കുലറും പറയുന്നില്ല ആർക്ക് വോട്ട് ചെയ്യണം. പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യണം, നമ്മുടെ ഒരു മൗലിക അവകാശമാണ്. നമ്മൾ യുണൈറ്റഡ് ആയിട്ട് നിൽക്കാത്തതിന്റെ, അത് ഈ പറഞ്ഞതുപോലെ ഏത് പാർട്ടി എന്നുള്ളതല്ല, നമ്മൾ യുണൈറ്റഡ് ആയിട്ട് നിൽക്കാത്തതിന്റെ ഒത്തിരി ദോഷങ്ങളുണ്ട്. അത് ഇന്ത്യൻസ് എന്നായാലും ഏത് മൈഗ്രൻസ് എന്നായാലും. കാരണം നമ്മൾ ഈ വോട്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യണം. നമ്മളിപ്പോഴും പലപ്പോഴും ഫോളോ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ അത് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ പറഞ്ഞ നമ്മളൊരു 50 പേരെ കൊണ്ട് ഇവിടെ വന്ന് നമ്മൾ രജിസ്റ്ററിൽ വോട്ടിംഗ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. ഗാർഡെ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് നമുക്ക് ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് പേരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് അവർക്ക് നമ്മുടെ പല കാര്യങ്ങൾക്കും നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഒരുപാട് ഫണ്ടിങ്ങുകൾ
നമുക്ക് കിട്ടിയിട്ടുമുണ്ട്, ഒരുപാട് നമുക്ക് കിട്ടാതെ പോയിട്ടുമുണ്ട്. നമുക്ക് ട്രാൻസ്പെറൻസി ഇല്ല, നമുക്ക് ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ സിസ്റ്റമാറ്റിക് അക്കൗണ്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. ഒരുപാട് ഫണ്ടിങ് ലൂക്കനെ സംബന്ധിച്ച് ഒരുപാട് ഫണ്ടിങ് ഈ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രാൻസിസ് ഫിറ്റ്സ്ജെറാൾഡും വില്യം നമുക്ക് ഒരുപാട് ഫണ്ടിങ് ക്ലബ്ബുകൾക്കായാലും സ്കൂളുകൾക്കായാലും എക്സ്റ്റൻഷൻസിനായാലും എല്ലാത്തിനും ഫണ്ടിങ് കിട്ടിയിട്ടില്ല. അത് പക്ഷേ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇപ്പോഴത്തെ പോളിംഗിന്റെ രീതി അനുസരിച്ചിട്ട് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളീസ്, അതായത് ഇന്ത്യൻസ് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര കരുത്ത് കാണിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരു ശക്തി തന്നെ ശക്തിയുണ്ട്. പക്ഷെ നമ്മളത് പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കുന്നില്ല. ഒരു ഫിഗർ ഞാൻ വാങ്ങിച്ച 100,000 ഇമിഗ്രന്റ് മീൻസ് ഇങ്ങോട്ട് വന്ന സിറ്റിസൺഷിപ്പ് അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. 100,000 അവരെല്ലാം കൂടെ ഒരു കാര്യം തീരുമാനിച്ചാൽ എന്തുകൊണ്ട് ഒരു വിധി മാറ്റാൻ? തീർച്ചയായിട്ടും മാറ്റാൻ. ഇവിടുത്തെ പോളിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും വിധി മാറ്റാൻ. അത് തന്നെയാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. ഈ പ്രൊഫഷണൽ വോട്ടിംഗ് സിസ്റ്റം കാരണം നമ്മുടെ 100% മാത്രമല്ല വോട്ട് നമുക്ക് വരുന്നത്, ദാറ്റ് പാർട്ടിയുടെ വോട്ട് വരും. ബിക്കോസ് ഈവൻ ദ സെക്കൻഡ് പ്രിഫറൻസ് എല്ലാം കൂടി വരികയാണ്. ഒത്തിരി മാറ്റം വരും. നല്ലൊരു സ്ട്രോങ് ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഉറപ്പ്. ഇപ്പൊ മൈഗ്രന്റ് റൈറ്റ് സെന്ററിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുമ്പേ. അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹാൾ നിറച്ച ഒരു 70-75 ആൾക്കാരുണ്ട്. എല്ലാ രാജ്യത്തിനും, ഇന്ത്യൻ, പാകിസ്ഥാനി, ഫിലിപ്പീൻസ് എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം അവരവിടെ 10 ചെയറായിട്ട് അവർ 10 ലീഡേഴ്സ് വരുമെന്ന് പാർട്ടീസിന് അവർ വരുമെന്ന് പ്രതീക്ഷിക്കുക. കോൺഫറൻസ് തുടങ്ങാറായി 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് ആരെയും കാണുന്നത്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ 10 അല്ല 20 ആൾക്കാർ വന്നു പാർട്ടി റിപ്രസെന്റ്. അപ്പൊ അവർക്ക് അറിയാം ഇതിന്റെ വാല്യൂ. തീർച്ചയായിട്ടും നമ്മളാണ് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ആൾക്കാരാണ് അത് മനസ്സിലാക്കാത്തത്. അതിന്റെ ഒരു ഉദാഹരണം എനിക്ക് പറയാൻ സാധിക്കും. കാരണം 2009 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് കിട്ടിയത് കൊണ്ട് 2 പാർട്ടി എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു അംഗീകാരം. തീർച്ചയായിട്ടും അത് അതിനുശേഷമാണ് ഞാൻ പിന്നെ ഫിനഗലിൽ ഫൈനലായിട്ട് ജോയിൻ ചെയ്തത്. അത് ജോയിൻ ചെയ്യാനുണ്ടായ കാരണം നമ്മുടെ അന്നത്തെ സഹമന്ത്രിയായിരുന്ന ബ്രയൻ ഹെയ്സിന്റെ താല്പര്യപ്രകാരമാണ് ഞാൻ ഫിനഗലിന് ജോയിൻ ചെയ്തത്. ബ്രയൻ ഹെയ്സ് ഇപ്പോൾ യൂറോപ്യൻ പാർലമെന്റ് MEP ആണ്. പുള്ളി വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇവിടെ മലയാളികളുടെ പല കാര്യങ്ങൾക്കും പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡബ്ലിൻ സൗത്ത് വെസ്റ്റിലെ കാൻഡിഡേറ്റ് ആൻമേരി ഡർമഡി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ നിലവിൽ അവിടെ മത്സരിക്കുന്നത്. 3 കാൻഡിഡേറ്റും ഉണ്ട്. പക്ഷെ ഞാൻ ആൻമേരിയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി 26-ാം തീയതി വോട്ടാണ്, തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രീതി എങ്ങനെയാണ്? എത്ര സമയം തുടങ്ങി എത്ര സമയം വരെയാണ് വോട്ടിംഗ് സമയം? രാവിലെ 7 മണി സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 9 മണി. ജോലിക്കാർക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ 27-ാം തീയതി അത് വോട്ട് എണ്ണും. സിറ്റി വെസ്റ്റ് ഹോട്ടലിൽ വെച്ചാണ് വോട്ട് എണ്ണുന്നത്. അത് ശരി. അപ്പോൾ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഇപ്പോൾ ഒരാൾ വോട്ട് ചെയ്യാൻ വരുന്നു, ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പം മലയാളികൾ ആരെങ്കിലും ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം? നമ്മുടെ ID കാർഡ്, ഏതൊക്കെ ID കാർഡ്? പാസ്പോർട്ട് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഏതെങ്കിലും ID പ്രൂഫ്. അതാണ് മെയിൻ ആയിട്ട് ചോദിക്കാം. നമ്മുടെ ഇല്ലെങ്കിൽ നമ്മളെ അവർക്ക് തിരിച്ചു പറഞ്ഞു വിടാം. അതുകൊണ്ടായിരിക്കണം വോട്ട് ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പർ 1, നമ്പർ 2 എത്ര കാൻഡിഡേറ്റ് ഉണ്ടോ അത്രയും രീതിയിൽ ഈ ഒരു ഫോർമാറ്റ്. കാര്യം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ നമ്മുടെ കയ്യിൽ ബാലറ്റ് പേപ്പർ വന്നിട്ടില്ല. ഓക്കെ. എങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെല്ലുവാണെങ്കിൽ ഇപ്പോൾ ആദ്യം നമ്മൾ എവിടെ ഇങ്ങനെ റിപ്പോർട്ടിങ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇപ്പോൾ നാട്ടിലെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക്. അപ്പം അവിടെ ചെല്ലുമ്പോഴേ നമ്മുടെ വോട്ടിംഗ് കാർഡ് നമുക്ക് ബൈ പോസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ID പ്രൂഫ് നമ്മൾ വെക്കുന്നു. നമ്മൾ അവിടെ ആക്ച്വലി അവർ ഈ പറഞ്ഞ തമ്പ് ഒന്നും ചെയ്തൊന്നുമില്ല. നമ്മുടെ പേര് അവിടെ കട്ട് ചെയ്യുകയാണ്. ദെൻ ദേ വിൽ ഗീവ് യു ദിസ് ബാലറ്റ് ഷീറ്റ്. നമുക്കൊരു പ്രൈവസി ഉള്ള ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി നിർത്തുന്നു. നമുക്ക് അവിടെ പോയിട്ട് പെൻസിലുണ്ട്, നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് 1, 2, 3 അറ്റ്ലീസ്റ്റ് 3 ചെയ്യാം. അത് നമുക്ക് അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് ഒരു നമ്പർ 1 മാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്പർ മാത്രം ചെയ്താൽ മതി. പിന്നെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. നമ്മളുടെ പ്രിഫറൻസ്. പാർട്ടി ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഒബിയസ്ലി നമ്പർ 2 ചെയ്യും. ഒരു പാർട്ടി റെപ്രസെന്റ് ചെയ്യണം. അതിലൂടെ നമുക്ക് നിർത്താം. വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മാത്രം
നമ്പർ 1 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. അത് അയാളുടെ ചോയ്സ്. അത് ശരി. ഇവിടെ ഈ വോട്ട് അസാധുവാകുന്ന ഒരു വോട്ട് സ്പോയിൽ മൾട്ടിപ്പിൾ ഒന്നിട്ടാൽ അത് അസാധുവാണ്. പിന്നെ വേറെ അതുകൊണ്ട് മുമ്പേ പറഞ്ഞത് ആ നമ്പേഴ്സ് എടുക്കുന്നത് ആദ്യം അവർ കൗണ്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് കോട്ട തീരുമാനിക്കുന്നത്. ആദ്യം ഈ പറഞ്ഞ ആ അസാധു വോട്ടുകൾ മാറ്റി നല്ല വോട്ടുകൾ ആ ലിസ്റ്റ് എടുത്താണ് 1000 ഉണ്ടെങ്കിൽ അതിനെയാണ് ഈ ഡിവൈഡ് ചെയ്ത് കോട്ട തീരുമാനിക്കുന്നത്. കോട്ട അന്നേരമാണ് ഫസ്റ്റ് അവർ എണ്ണുന്നത് അസാധു വോട്ടാണ്. അസാധു മാറ്റിയതിന് ശേഷമാണ് കോട്ട തീരുമാനിക്കുന്നത്. റിയൽ വോട്ട്. അതിന്റെ കൂട്ടത്തിൽ അവർ നമ്പർ 1 കൗണ്ട് ചെയ്ത് പോകും. പക്ഷെ എന്നാലും അത് ഫസ്റ്റ് കൗണ്ട് പറയത്തില്ല. അവർക്ക് അറിയാം, അവര് സോർട്ട് ചെയ്യുന്ന സൈഡില് ദേ വിൽ ടേക്ക് ദ ഫസ്റ്റ് നമ്പേഴ്സ്. ഈ അസാധു വോട്ടുകൾ ഒത്തിരി വരാറുണ്ടോ? വരാറുണ്ട്. ഇന്നലെ സ്ഥലത്തിന് പേര് എനിക്കറിയില്ല, എവിടെ ഒരു ഇപ്പം കേസ് നടന്ന കോർക്കി കൊണ്ടുപോയിട്ട് നിയർലി 10-15 ചെറിയ ഗ്രാഫിയാണോ ഞാനത് കേട്ടു. അവിടെ കുറെ വോട്ടുകൾ അസാധു ചെയ്തു. നല്ലൊരു ലെവൽ. അത് ഈ അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണോ അതോ അറിയുമില്ല എന്ന് പറയാം. ചില വ്യക്തമായിട്ടൊരു ധാരണ, ഒരിടത്ത് 1 ഇട്ടു, ഈ പുള്ളിക്ക് എനിക്ക് ഇഷ്ടമാണ് 1. അവരുടെ അവയർനെസ്, എഡ്യൂക്കേഷൻ ലെവൽ, അറിവില്ലായ്മയാണ് ഭൂരിഭാഗം അസാധുവാകുന്നത്. പിന്നെ പാനിക്നെസ് ഉണ്ട്. ഇവൻ ചില ആൾക്കാർക്ക് അവർ വന്ന് ആകെ കൺഫ്യൂസ് ആയി. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ വരുന്ന ഇലക്ഷനെ കുറിച്ച്? എനിക്ക് ഇത്രയും പറയാനേ ഉള്ളൂ, എല്ലാവരും വോട്ട് ചെയ്യണം. എല്ലാവരും വോട്ട് ചെയ്യണം. അവരുടെ ഒരു അധികാരമാണ്, അത് യൂസ് ചെയ്യണം. ബിക്കോസ് വോട്ടിംഗ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തു, ഈ പാർട്ടി അങ്ങനെ ചെയ്തു, ആ പാർട്ടി. ദിസ് ഇസ് ദ ടൈം ഫോർ യു ടു ഗിവ് യുവർ വേർഡിക്ട്. ഗോ ഔട്ട് ആൻഡ് വോട്ട്. തിങ്ക് ബിഫോർ യു വോട്ട്. പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഇവർക്ക് വോട്ട് ചെയ്യുക, അവർക്ക് വോട്ട് ചെയ്ത് ഇത്രയും നേരം നമ്മളത് ചർച്ച ചെയ്തു. പക്ഷേ എങ്കിൽ ഇനി അത് നിങ്ങളുടെ പുറത്താണ്, നിങ്ങളുടെ ഡിസിഷനാണ്. നല്ലതായിട്ട് ഇതിനെ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി വോട്ട് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും പറയാനുള്ളത്, എല്ലാവരും തന്നെ ഇലക്ഷൻ, ഇവിടുത്തെ സിസ്റ്റം ഇലക്ഷൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നാട്ടിൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഒരു ആവശ്യം വരുമ്പം മാത്രമല്ല ഇതിനകത്ത് നമ്മൾ എനിക്കൊരു ആവശ്യം വന്നു അപ്പോൾ ആരെയാണ്, അങ്ങനെയല്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഭാഗമാകുമ്പോഴാണ് ഓബ്വിയസ്ലി, ബിക്കോസ് വി ഹാവ് ദ റൈറ്റ് ആൻഡ് വി ഹാവ് എ ഗുഡ് നമ്പർ ഓഫ് മൈഗ്രൻറ്റ്സ് ഇൻ ദിസ് കൺട്രി. ആൻഡ് ഒരു കാൻഡിഡേറ്റാണ് ഈ ഇലക്ഷന് നമ്മുടെ ഡബ്ലിൻ വെസ്റ്റിൽ നിന്ന് പാട്രിക് എന്ന് പറയുന്ന ഒരൊറ്റ കാൻഡിഡേറ്റാണ് അയർലൻഡ് ഇലക്ഷനിൽ നിൽക്കുന്ന ഒറ്റ ഒരു കാൻഡിഡേറ്റ്. ഇന്നലെയാണ് പുള്ളി നോമിനേറ്റ്. അപ്പം ആരുടെയും ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല. റെപ്രസെൻറ്റേഷനുപരി നമ്മുടെ പ്രസൻസ് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഞാൻ ഫിനഗേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എസ്പെഷ്യലി ഫോർ ലൂക്കനേഴ്സ്, ഐ വിൽ റിക്വസ്റ്റ് ഓൾ ടു വോട്ട് ഫ്രാൻസിസ് ഫിറ്റ്സ്ജെറാൾഡ് ആൻഡ് ഡെറിക് കീറ്റിംഗ്. താങ്ക് യു. എനിക്ക് ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്, എല്ലാവരും വോട്ട് ചെയ്യണം. ഞാൻ ഡബ്ലിൻ സൗത്ത് വെസ്റ്റിൽ താമസിക്കുന്നതുകൊണ്ട് അവിടെ ഞാൻ ആൻമേരി ഡർമഡി എന്ന ഫിനഗൽ കാൻഡിഡേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ മലയാളികളും സാധിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള എല്ലാവരും തന്നെ ആൻമേരി ഡർമഡിക്ക് വോട്ട് ചെയ്യുന്നത് കൂടാതെ കോളം ബ്രോഫി, കാരൻ വാരൻ എന്നീ ഫിനഗൽ കാൻഡിഡേറ്റ് ക്രമപ്രകാരം നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നീ ക്രമപ്രകാരം വോട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതുകൂടാതെ ഈ സാധിക്കുമെങ്കിൽ കഴിയാവുന്ന അത്ര മലയാളികളെങ്കിലും അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിൽ മത്സരിക്കണമെന്നും കൂടി ഞാൻ പ്രത്യേകം എൻ്റെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ 2 ഫിനഗേലിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളും പിന്നെ ഒരു ലെഫ്റ്റുമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി പേരെ കോണ്ടാക്ട് ചെയ്തു, കുറേ പേരായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ശ്രീ ബേബി പേരവിടം പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും നമുക്ക് ഈ പ്രധാനപ്പെട്ട 4 പാർട്ടികളുടെ എങ്കിലും വ്യക്തികളെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോവുക. അതോടൊപ്പം തന്നെ ഈ രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് ഒത്തിരി പേര് വരട്ടെ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന് നേടിയെടുക്കാം. അപ്പോൾ ഇത്ര നേരം സഹകരിച്ചതിന് വളരെ നന്ദി. നമസ്കാരം. അയർലൻഡ് പോലുള്ള ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കർത്തവ്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചേക്കാം, പരാജയപ്പെട്ടേക്കാം. പക്ഷേ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. മറക്കരുത്, ഈ വരുന്ന ഫെബ്രുവരി 26-ാം തീയതി നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിൽ തീർച്ചയായും വോട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ
നന്ദി, നമസ്കാരം.